السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك على عبدك ورسولك محمد صلى الله عليه وسلم وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. وورث سليمان داود وقال يا أيها الناس علمنا منطق الطير وأوتينا من كل شيء إن هذا لهو الفضل المبين. وحشر لسليمان جنوده من الجن والإنس والطير فهم يوزعون حتى إذا أتوا على واد النمل قالت نملة يا أيها النمل ادخلوا مساكنكم لا يحطمنكم سليمان وجنوده وهم لا يشعرون. فتبسم ضاحكا من قولها وقال رب أوزعني أن أشكر نعمتك التي أنعمت علي وعلى والدي وأن أعمل صالحا ترضاه وأدخلني برحمتك في عبادك الصالحين. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മഹാനായ പ്രവാചകൻ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചരിത്ര വസ്തുതകളിലൂടെയാണ് നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിവിധ രൂപത്തിലുള്ള പ്രത്യേകതകൾ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും നൽകുകയുണ്ടായിട്ടുണ്ട്. വവരിസ സുലൈമാനു ദാവൂദ്, കഴിഞ്ഞ ക്ലാസിന്റെ അവസാന ഭാഗത്ത് നമ്മൾ വിശദീകരിച്ചു ആ കാര്യം. സുലൈമാൻ ദാവൂദ് നബി അലൈഹിസ്സലാമിനെ അനന്തരമെടുത്തു എന്ന്. ഏത് നിലക്കാണ് അനന്തരമെടുക്കൽ എന്ന് കഴിഞ്ഞ അവസരത്തിൽ വിശദീകരിച്ചതായതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. വഖാല, എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ഹേ ജനങ്ങളെ, ഉല്ലിംനാ മന്തിഖത് തയ്ർ, പക്ഷി സംസാരം എനിക്ക് പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു. പക്ഷികളുടെ സംസാര ഭാഷ, അവരുടെ സംസാരം എനിക്ക് പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു. വഊതീനാ മിൻ കുല്ലി ശൈഇൻ, എല്ലാ കാര്യങ്ങളിൽ നിന്നും എനിക്ക് നൽകപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന ഹാദാ ലഹുവൽ ഫദ്ലുൽ മുബീൻ, നിശ്ചയമായും ഇത് ഏറ്റവും വ്യക്തമായ ഔദാര്യം തന്നെയാകുന്നു. മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനവറുകൾക്ക് നൽകിയിട്ടുള്ള മഹത്വം എടുത്തു പറഞ്ഞുകൊണ്ട് ഇത് വലിയ ഒരു ഔദാര്യമാണ്, അല്ലാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ഒരു ഫദ്ലാണ് എന്ന് പറയുകയാണ്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പട്ടാളം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ദർബാറിലുള്ള രാജദർബാറിലുള്ള പട്ടാളം എന്ന് പറയുന്നത് സാധാരണ രാജദർബാറിലുള്ള പട്ടാളക്കാരെ പോലെ മനുഷ്യർ മാത്രമായിരുന്നില്ല. വഹുശിറ ലി സുലൈമാന ജുനൂദുഹു മിനൽ ജിന്നി വൽ ഇൻസി വത്തൈരി ഫഹും യൂസഊൻ. അല്ലാഹു തആല തുടർന്നുകൊണ്ട് വിശദീകരിക്കുകയാണ്. സൂറത്തുൻ നംലിലെ 16-17 ആയത്തുകളാണ് ഇപ്പോൾ നിങ്ങൾ കേട്ട് കഴിഞ്ഞത്.
വഹുശിറ ലിസുലൈമാന, സുലൈമാനിന് വേണ്ടി ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്തു. ജുനൂദുഹു, അദ്ദേഹത്തിന്റെ പട്ടാളങ്ങളെ. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന രാജാവിന്റെ പട്ടാളങ്ങൾ ഒരുക്കപ്പെട്ടു, അല്ലെങ്കിൽ ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്തു. ആരൊക്കെയുണ്ട്? മിനൽ ജിന്നി, ജിന്ന് വർഗത്തിൽ നിന്നുള്ള കുറെ പട്ടാളങ്ങളുണ്ട് അദ്ദേഹത്തിന്. വൽ ഇൻസി, മനുഷ്യരിൽ നിന്നുമുണ്ട്. അപ്പൊ ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും അദ്ദേഹത്തിന് പട്ടാളങ്ങളുണ്ട്. തീർന്നില്ല. വത്വൈരി, പക്ഷികളിൽ നിന്നുമുണ്ട് അദ്ദേഹത്തിന്, പക്ഷിവർഗത്തിൽ നിന്നും അദ്ദേഹത്തിന് പട്ടാളക്കാരുണ്ട്. ഫഹും യൂസഊൻ, ഫഹും യൂസഊൻ, എന്നിട്ട് ആ സൈന്യങ്ങൾ തടഞ്ഞു നിയന്ത്രിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ സൈന്യങ്ങളെയും അദ്ദേഹം എപ്പോഴും പരിശോധിക്കും. സമയാസമയങ്ങളിൽ അവയുടെ ക്രമവും ഹാജറും എല്ലാം രേഖപ്പെടുത്തും, പരിശോധിക്കപ്പെടും. ആ കൃത്യമായ നിയന്ത്രണത്തിന് വിധേയമായി കൊണ്ടേ ആ പട്ടാളക്കാർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് മനുഷ്യരിൽപ്പെട്ടവരും ജിന്നുകളിൽപ്പെട്ടവരും പക്ഷിവർഗത്തിൽപ്പെട്ടവരുമാകുന്ന പട്ടാളങ്ങളെ അദ്ദേഹത്തിന് ഒരുമിച്ച് കൂട്ടപ്പെടുത്തു, ഒരുമിച്ച് കൂട്ടിക്കൊടുക്കപ്പെട്ടു. ഫഹും യൂസഊൻ, ആ സൈന്യങ്ങളൊക്കെ മഹാനായി സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനാൽ തടഞ്ഞ് നിയന്ത്രിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവരൊരു യാത്ര പുറപ്പെടുന്ന ഒരവസരത്തിൽ യാത്രാമധ്യേ ഉണ്ടായ രണ്ട് സംഭവങ്ങളാണ് തുടർന്നുകൊണ്ട് അള്ളാഹു ഈ അധ്യായത്തിൽ രേഖപ്പെടുത്തുന്നത്. ആ രണ്ട് സംഭവങ്ങളിലൂടെയും വലിയ അത്ഭുതകരമായ കാര്യമാണ് സംഭവിച്ചിട്ടുള്ളത്. ഒന്നാമതായി, ഹത്താ ഇദാ അതൗ അലാ വാദിൻ നംൽ, ഹത്താ ഇദാ അതൗ അലാ വാദിൻ നംൽ, ഉറുമ്പിന്റെ നഗരത്തിനരികിൽ സൈന്യം എത്തുകയാണ്. ആ യാത്ര ഇങ്ങനെ ആരംഭിച്ച് എവിടെ എത്തി? അവരുടെ പട്ടാളം ഒന്നിച്ചു നീങ്ങുകയാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാമും തന്റെ പട്ടാളങ്ങളും, അതിൽ ജിന്നുകളുണ്ട്, മനുഷ്യരുണ്ട്, പക്ഷികളുണ്ട്. അവരൊക്കെ അത്ഭുതകരമായ ആ പട്ടാളം ഇങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കെ അവരുടെ സംഘം എത്തിച്ചേർന്നു അതൗ അലാ വാദിൻ നംൽ, ഉറുമ്പുകളുടെ താഴ്വരയിൽ. ധാരാളക്കണക്കിന് ഉറുമ്പുകളുള്ള ഒരു താഴ്വരയിൽ മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാമും പട്ടാളവും എത്തിച്ചേർന്നു. ആ ഘട്ടത്തിൽ, അപ്പോഴാണ്, ആ സന്ദർഭത്തിൽ അതാ ഖാലത്ത് നംലത്തുൻ, ഒരു ഉറുമ്പ് വിളിച്ചു പറയാൻ തുടങ്ങി. ഉറുമ്പിൻ കൂട്ടത്തിൽ നിന്ന്, ഉറുമ്പിൻ താഴ്വരയിൽ നിന്ന് ഒരു നംലത്ത്, ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, യാ അയ്യുഹൻ നംല്, ഹേ ഉറുമ്പുകളെ. ഒരു ഉറുമ്പ് വിളിച്ചു പറയാണ് മറ്റുറുമ്പുകളോട്, യാ അയ്യുഹൻ നംല്, ഹേ ഉറുമ്പുകളെ, ഉദ്ഖുലൂ മസാകിനകും, നിങ്ങളുടെ താവളങ്ങളിൽ, നിങ്ങളുടെ താമസ സ്ഥലങ്ങളിലേക്ക് പെട്ടെന്ന് കടന്നോളൂ, പ്രവേശിച്ചോളൂ. ആളങ്ങളിലേക്ക്, താമസ സ്ഥലങ്ങളിലേക്ക് പ്രവേശിച്ചോളൂ. ലാ യഹ്തിമന്നകും, നിങ്ങളെ ചവിട്ടി ചതക്കാതെ ഇരിക്കട്ടെ, നിങ്ങളെ ചതക്കാതിരിക്കട്ടെ. ആരെ? സുലൈമാനു വജുനൂദുഹു, സുലൈമാൻ നബിയും അദ്ദേഹത്തിന്റെ പട്ടാളക്കാരും അവരുടെ കാലിന്റെ അടിയിൽപ്പെട്ട് നിങ്ങളെ ചതഞ്ഞുരഞ്ഞു പോകും. അങ്ങനെ അവർ നിങ്ങളെ ചതക്കാതെ ഇരിക്കണമെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ താമസ സ്ഥലങ്ങളിലേക്ക് പോയിക്കൊള്ളണം. ലാ യഹ്തിമന്നകും സുലൈമാനു വജുനൂദുഹു. എന്നിട്ട് ആ ഉറുമ്പ് വിളിച്ചു പറഞ്ഞു മറ്റുള്ള ഉറുമ്പുകളോട്, ഇവരെ ചതക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോ അവർ അക്രമികളായിട്ടല്ല, വഹും ലാ യശ്ഉറൂൻ, അവർ മനസ്സിലാക്കാതെ, അവരറിയാതെ, നിങ്ങളുണ്ടെന്ന് അറിയാതെ അവരുടെ നടത്തത്തിലും അവരുടെ സഞ്ചാരത്തിനുമിടയിൽ അവരുടെ കാൽ കീഴിൽപ്പെട്ട് നിങ്ങളങ്ങ് ചതഞ്ഞു മരിച്ചു പോകും. അതുകൊണ്ട് വേഗത്തിൽ മാളങ്ങളിലേക്ക്, ഉറുമ്പിന്റെ കൂടുകളിലേക്ക്, ഉറുമ്പുകളെ നിങ്ങളൊക്കെ പ്രവേശിച്ചു കൊള്ളുക എന്ന് ഒരു ഉറുമ്പതാ തന്റെ കൂടെയുള്ള ഉറുമ്പിൻ കൂട്ടത്തോട് വിളിച്ചു പറയുന്നു. അല്ലാഹു തആല പറയാണ്, ഫതബസ്സമ ضاحികം മിൻ ഖൗലിഹാ വഖാല റബ്ബി ഔസിഅ്നി അൻ അശ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സാലിഹൻ തർദാഹ് വഅദ്ഖിൽനി ബിറഹ്മതിക ഫീ ഇബാദികസ് സാലിഹീൻ. ഫതബസ്സമ ضاحികം മിൻ ഖൗലിഹാ, ആ ഉറുമ്പിന്റെ സംസാരത്താൽ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചിരിച്ചുപോയി.
ഉറുമ്പിന്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം ചിരിക്കുകയാണ്. എന്നിട്ട് വഖാല, അദ്ദേഹം അവിടെ വെച്ച് ദുആ ചെയ്യുകയാണ്, റബ്ബി, എന്റെ രക്ഷിതാവേ, ഔസിഇനി, നീ എനിക്ക് പ്രചോദനം നൽകണേ, നീ എനിക്ക് തോന്നിപ്പിക്കണേ, അൻ അഷ്കുറ, ഞാൻ നന്ദി കാണിക്കുവാൻ, നിഅമതക, നിന്റെ അനുഗ്രഹങ്ങളോട് നന്ദിയുള്ളവനാകാൻ നീ എനിക്ക് പ്രചോദനമേകണം, അല്ലതീ അൻഅംത അലയ്യ, നീ എന്റെ മേൽ അനുഗ്രഹിച്ചിട്ടുള്ള അനുഗ്രഹത്തിന്, വഅലാ വാലിദയ്യ, എന്റെ മേൽ മാത്രമല്ല നീ അനുഗ്രഹിച്ചിട്ടുള്ളത്, എന്റെ മാതാപിതാക്കളുടെ മേലും നീ ഒരുപാട് അനുഗ്രഹം ചൊരിഞ്ഞിട്ടുണ്ട്. നിന്നോട് നന്ദി കാണിക്കാൻ അതൊക്കെ നീ എനിക്ക് പ്രചോദനമേകണേ റബ്ബേ. വഅൻ അഅമല സാലിഹൻ തർദാ, അല്ലാഹുവേ, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യാനും നീ എനിക്ക് പ്രചോദനമേകണം, നീ എനിക്ക് തോന്നിപ്പിക്കണം. വഅദ്ഖിൽനീ, നീ എന്നെ പ്രവേശിപ്പിക്കുകയും വേണമേ, ബിറഹ്മതിക, നിന്റെ കാരുണ്യം മുഖേന, ഫീ ഇബാദിക സ്സാലിഹീൻ, സദവൃത്തരായ സജ്ജനങ്ങളായ അടിമകളുടെ കൂട്ടത്തിൽ നീ എന്നെ ഉൾപ്പെടുത്തുകയും നീ എന്നെ അതിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യണേ. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതത്തിൽ നടന്ന അത്യത്ഭുതകരമായ ഒരു കാര്യമാണിത്. ഇവിടെ അദ്ദേഹത്തിന്റെ യാത്രക്കിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ അദ്ദേഹത്തിലൂടെ പ്രകടമാക്കിയ ഒരു കാര്യം എന്താണ്? സാധാരണഗതിയിൽ ഒരു മനുഷ്യന് ഒരു ഉറുമ്പിന്റെ സംസാരം മനസ്സിലാക്കാൻ കഴിയൂല. അതാ മനുഷ്യന്റെ പ്രകൃതി അതാണ്, സാധാരണ അതാണ്. സാധാരണക്കപ്പുറമാണല്ലോ അസാധാരണ സംഭവങ്ങൾ, അതാണല്ലോ മുഅ്ജിസത്ത്. മനുഷ്യർക്ക് കഴിയൂല, അമാനുഷികം മനുഷ്യരെ കൊണ്ട് കഴിയാത്ത സംഗതിയാണ്. അപ്പൊ ഉറുമ്പുകൾക്ക് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഇങ്ങോട്ട് മനസ്സിലാവുകയാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാം വരുന്നുണ്ടെന്നും അദ്ദേഹത്തിന്റെ പട്ടാളക്കാര് കൂടെ ഉണ്ടെന്നും അതിവിടെ നമ്മുടെ അടുത്തേക്ക് ഇതാ എത്താനായിട്ടുണ്ട് എന്നൊക്കെ ആ ഉറുമ്പ് സംസാരിക്കുകയാണ്. ആ ഉറുമ്പിന്റെ സംസാരം മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം കേൾക്കുകയുമാണ്. ഇവിടെയാണല്ലോ മുഅ്ജിസത്ത് എന്ന് പറയുന്നത് സംഭവിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യന്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല പലതും. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം അതാ അങ്ങോട്ട് വരുമ്പോ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉറുമ്പിന്റെ സംസാരം കേൾക്കുകയാണ്. ഒരു ഉറുമ്പ് സംസാരിക്കുകയാണ്, കൂട്ടത്തിലുള്ള ഉറുമ്പുകളോട് സംസാരിക്കുകയാണ്. അത് സുലൈമാൻ നബി അലൈഹിസ്സലാം മനസ്സിലാക്കുകയാണ്. മാത്രമല്ല, ഈ ഉറുമ്പ് സുലൈമാൻ നബി അലൈഹിസ്സലാം എന്ന പ്രവാചകന്റെയും അനുയായികളുടെയും പട്ടാളക്കാരുടെയും വരവ് മനസ്സിലാക്കുകയുമാണ്. ഇത് രണ്ടും ഉൾക്കൊള്ളാൻ ചില ആളുകൾക്ക് സാധിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിനെ തീരെ അംഗീകരിക്കാത്ത കക്ഷികളെ സംബന്ധിച്ചിടത്തോളം, അള്ളാന്റെ ഖുർആൻ തീരെ അംഗീകരിക്കാത്ത കക്ഷികൾ പരിശുദ്ധ ഖുർആനിനെ അവർ എമ്പാടും നിഷേധിക്കാറുണ്ട്. അവർക്ക് ഖുർആനിലെ ഏത് ഭാഗവും നിഷേധിക്കുന്നതിനൊരു മടിയും ഉണ്ടാവുകയില്ല. അത് സ്വാഭാവികമാണ്. കാരണം അവർക്ക് ഖുർആൻ തന്നെ വിശ്വാസമല്ല. പിന്നപ്പോ അവര് ഖുർആനിലെ ഏത് കാര്യങ്ങളും നിഷേധിച്ചാൽ എന്താ? അതൊരു പുതുമയില്ലല്ലോ. അതേ അവസരത്തിൽ അതിൽ ശരിക്ക് വിശ്വസിക്കുന്ന ഏതൊരു മനുഷ്യനാണെങ്കിലും അതിലെ ഏതൊരു പ്രസ്താവനയെയും വളരെ ഗൗരവത്തോടെ അവൻ സ്വീകരിക്കലും അംഗീകരിക്കലും നിർബന്ധവുമാണ്. മുഅ്മിനീങ്ങളായ നമ്മുടെ നയം അതാണ്. പരിശുദ്ധ ഖുർആൻ അല്ലാഹു തആല അതിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ മുഴുവനും അത് യാഥാർത്ഥ്യമാണെന്നും അതിന്റെ യഥാർത്ഥമായ നിലയ്ക്ക് തന്നെയാണെന്നും നമ്മൾ വിശ്വസിക്കുന്നു. ഖുർആൻ നിഷേധികളായ ആളുകളോ അവർക്ക് എന്തും തള്ളിക്കളയാൻ ഖുർആനിൽ തന്നെ വിശ്വാസമല്ല. എന്നാൽ ഈ രണ്ട് കൂട്ടർക്കും വ്യത്യസ്തമായി മുഅ്മിനീങ്ങളെല്ലാം അംഗീകരിക്കുന്നവരാണ്. അതേ അവസരത്തിൽ നിഷേധികൾ ഒന്നും അംഗീകരിക്കുന്നവരുമല്ല. എന്നാൽ അപകടകാരികളായ വേറൊരു കൂട്ടം ലോകത്തുണ്ട്. അപകടകാരികളായ വേറൊരു കൂട്ടം ജനത ലോകത്തുണ്ട്. അവര് ഖുർആൻ നിഷേധിക്കുന്നില്ല, പേരിന് നിഷേധിക്കുന്നില്ല. അവരും പറയുന്നു ഞങ്ങൾ ഖുർആൻ അംഗീകരിക്കുന്നവരാണ്, ഞങ്ങൾ ഖുർആൻ അംഗീകരിക്കുന്നവരാണ്, അനുയായികളാണെന്ന് അവകാശപ്പെടുന്നവരിൽ തന്നെ ഒരു ഭാഗം ആളുകളെ ഭൗതിക ശാസ്ത്രവും അതുപോലെ തന്നെ യുക്തിവാദവും ചില പുത്തൻവാദങ്ങളുമൊക്കെ അവരുടെ തലക്കടിച്ചിട്ട് അതിലൊക്കെ ആകൃഷ്ടരായിട്ട് അത്തരത്തിലുള്ള കക്ഷികൾ എന്തു പറയുന്നു? അവരതാ
അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് ഓതിക്കൊടുത്ത ആ മഹനീയമായ അത്ഭുതങ്ങളെ അവർക്ക് നിർവഹിക്കാനും മനസ്സിലാക്കുവാനും സാധിക്കാതെ ഭൗതിക ശാസ്ത്രത്തിന്റെയും യുക്തിവാദത്തിന്റെയും പുത്തൻവാദങ്ങളുടെയും ലഹരി അവരുടെ തലയിൽ കയറിയിട്ട് അതിലെ ചില വശങ്ങളെ നേർക്ക് നേരെ അനുകൂലിക്കാൻ അവർക്ക് സാധ്യമല്ലാതെ വരുന്നു. യുക്തിവാദി എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ അല്ലല്ല എന്ന് പറയുന്ന ഖുർആൻ നിഷേധിയായ യുക്തിവാദി അല്ല ഞാൻ പറയണം, മതയുക്തിവാദികൾ എന്നാണ് അവർക്ക് പറയേണ്ടത്. മതയുക്തിവാദി എന്നാണ് അവർക്ക് പേര്. ഒരു മതത്തിന്റെ ഉള്ളിലാ ഖുർആൻ അംഗീകരിക്കും ഹദീസ് അംഗീകരിക്കും എന്നൊക്കെ പേരിന് പറയും, പക്ഷെ മതയുക്തിവാദികളാണ്. അവരാണ് മുസ്ലിം ലോകത്തെ അഖ്ലാനികൾ എന്നറിയപ്പെടുന്നത്. അഥവാ അഖ്ലിന് നഖ്ലിനേക്കാൾ മുൻഗണന കൊടുക്കുന്ന കക്ഷികളായതുകൊണ്ടാണ് അവർക്ക് ആ പേര് വന്നത്. അഖ്ല് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധിയാണ്, മനുഷ്യർക്ക് നൽകപ്പെട്ട ബുദ്ധിയാണ് അഖ്ല് എന്ന് പറയുന്നത്. അതേ അവസരത്തിൽ മതത്തിന്റെ നിയമങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നത് എവിടെയെങ്കിലും ഒരു യോഗം കൂടിയിട്ട്, കുറെ ബുദ്ധിജീവികളുടെ ഒരു യോഗം കൂടിയിട്ട് ആലോചിച്ചിട്ട് ഒരു പുസ്തകത്തിൽ എഴുതി വെക്കുന്നതല്ല. മതത്തിന്റെ നിയമങ്ങളും ശരീഅത്തിന്റെ നിയമങ്ങളുമൊക്കെ അത് നഖ്ലിലൂടെ വന്നതാണ്. നഖ്ല് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വചനങ്ങളാണ്. അതുപോലെ തന്നെ ആ റബ്ബിന്റെ വഹി കിട്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നിയമങ്ങളാണ്. ഇവക്കാണ് നഖ്ല് എന്ന് പറയുന്നത്. അഖ്ല് എന്ന് പറഞ്ഞാൽ നമ്മുടെ പരിമിതമായ ബുദ്ധിയാണെങ്കിൽ, നഖ്ല് എന്ന് പറയുന്നത് അല്ലാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള നിയമങ്ങളാണ്. അപ്പോൾ ഇവിടെ മനുഷ്യൻ അവന്റെ അഖ്ലിന് നഖ്ലിനേക്കാൾ മുൻഗണന കൊടുത്തപ്പോൾ അവർ പഴച്ചുപോയി, അവര് വഴിപിഴച്ചുപോയി. നഖ്ലിനാണ് അഖ്ലിനേക്കാൾ മുൻഗണന കൊടുക്കേണ്ടത്, അതവര് ചെയ്തില്ല. മറിച്ച് അവരുടെ ബുദ്ധിയുടെ മൂശയിലിട്ടുകൊണ്ട് അവരാലോചിച്ച് അവരുടെ ഈ കുഞ്ഞു ബുദ്ധിക്ക് ഉൾക്കൊള്ളാനാവാത്തതൊക്കെ അവര് പല ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് തള്ളിക്കളഞ്ഞു, പിഴച്ചുപോയി. അതുകൊണ്ടാണ് അവർക്ക് അഖ്ലാനികൾ എന്ന പേര് വന്നത്. അഥവാ അഖ്ലിനാണ് മുൻഗണന, നഖ്ലിനല്ല. ബുദ്ധിക്കാണ് പ്രാധാന്യം, പ്രമാണങ്ങൾക്കല്ല. ഈ കക്ഷി ഏത് കാലത്തും ഖുർആൻ വ്യാഖ്യാനിച്ചിട്ടുമുണ്ട്. അവരും ഖുർആനും ഹദീസും ഒക്കെ വ്യാഖ്യാനിക്കും. പക്ഷേ ഈ പറഞ്ഞവര് കുഴപ്പം എല്ലാ വ്യാഖ്യാനങ്ങളിലും പ്രകടമാകാറ് പതിവുണ്ട്. അവരിങ്ങനെ വായിച്ചു നോക്കും ആയത്തും ഹദീസും ഒക്കെ, എന്നിട്ട് അഖ്ലിനെ ഉൾക്കൊള്ളാനാവില്ലയോ അവരൊന്നുകിൽ തള്ളിക്കളയും. ഖുർആനാകുമ്പോ തള്ളിക്കളയാൻ നിവൃത്തിയില്ല, ഹദീസാകുമ്പോ തള്ളിക്കളയാം അവർക്ക് നിഷ്പ്രയാസം പലപ്പോഴും. പക്ഷേ അള്ളാന്റെ ഖുർആൻ അങ്ങനെ ഇല്ല എന്ന് തള്ളിക്കളയാനൊട്ട് വകുപ്പുമില്ല. അപ്പോൾ ശൈത്താൻ അവരുടെ മനസ്സിൽ തോന്നിപ്പിച്ച ഒരു കുതന്ത്രമാണ്. അംഗീകരിച്ചുകൊണ്ട് തന്നെ ഖുർആനിന്റെ ഒരു പദങ്ങളെയും ഖുർആനിൽ നിന്ന് ഒഴിവാക്കാൻ നിവൃത്തിയില്ലല്ലോ. എങ്കിൽ പിന്നെ എന്താണ് മാർഗം? അതിലെ പദങ്ങൾക്ക് ദുർവ്യാഖ്യാനം കൊടുക്കുക തന്നെ, അതിലെ അർത്ഥങ്ങൾ മാറ്റിമറിക്കുക, അതിലെ ആശയങ്ങൾ മാറ്റിമറിക്കുക. അത്തരത്തിലുള്ള കക്ഷികൾക്കിതാ ഉറുമ്പ് സംസാരിച്ചു എന്നത് അവരുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെയും പട്ടാളത്തിന്റെയും വരവ് ഉറുമ്പുകൾക്ക് മനസ്സിലായി എന്നതും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവര് ഈ ആയത്തോതിയപ്പോൾ അവര് ദുർവ്യാഖ്യാനം ചമക്കുകയാണ്. അള്ളാഹു അത്തരം കമ്പനികളിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അവര് വ്യാഖ്യാനം കൊടുത്തതെന്താണ്? അത് ഉറുമ്പിന്റെ കാര്യമേ അല്ല പറയുന്നത്. ഉറുമ്പിന്റെ കാര്യമൊന്നും അവിടെ പറയുന്നില്ല. ഈ കക്ഷി വാദിച്ചതെന്താണ്? വാദിന്നംലി എന്ന് പറഞ്ഞാൽ അതൊരു പ്രദേശത്തിന്റെ പേരാണ്, അതൊരു നാട്ടിന്റെ പേരാണ്. ഉറുമ്പ് താഴ്വര എന്ന് പറഞ്ഞാൽ അവിടെ ഉറുമ്പൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ലല്ലോ. കുറുക്കമ്മൂലാന് നാട്ടിന് പേരില്ലേ, അവിടെ കുറുക്കന്മാരില്ലല്ലോ. മുതലക്കുളം മൈതാനി എന്ന് പറയുമ്പോൾ അവിടെ മുതലയുമില്ല കുളവുമില്ലല്ലോ. ഇങ്ങനെയൊക്കെ പേര് പറയില്ലേ എന്നൊക്കെ പറഞ്ഞു പല രൂപത്തിലുള്ള വാദങ്ങളും നിരത്തിയിട്ട് അത് ഉറുമ്പിന്റെ താഴ്വര എന്ന് പറഞ്ഞാൽ അതൊരു പ്രദേശത്തിന്റെ പേരാണ്. അപ്പ വാദിന്നംലെന്ന സ്ഥലത്തെത്തിയപ്പോൾ അവരുടെ ഒന്നാമത്തെ അർത്ഥം അങ്ങനെ. ഇനി കാലത്ത് നംലത്തുൻ എന്ന് പറഞ്ഞാലോ ഒരു ഉറുമ്പ് പറഞ്ഞു എന്നത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഉറുമ്പ് സംസാരിക്കുകയോ ഉറുമ്പ് കാര്യം മനസ്സിലാക്കുകയോ പറ്റില്ലല്ലോ. അതുകൊണ്ട് അർത്ഥം കൊടുത്തു. നംലത്ത് എന്ന് പറഞ്ഞാൽ നംലത്ത് ഗോത്രക്കാരിയായ ഒരു പെണ്ണ് പറഞ്ഞു എന്നാണ്. കണ്ടോ?
നംല ഗോത്രക്കാരി അത് ഉറുമ്പൊന്നുമല്ല. ഇപ്പൊ കെൽബ് ഗോത്രം എന്നൊക്കെ പറയില്ലേ, നായല്ലല്ലോ ഇപ്പൊ അത്. അതേപോലെ ഉറുമ്പ് ഗോത്രക്കാരിയായ നംലത്ത് ഗോത്രക്കാരിയായ ഒരു പെണ്ണ് പറഞ്ഞു എന്നാണ്. പിന്നെന്താ ബാക്കി? പിന്നെ ബാക്കിയുള്ളവരെ ഉറുമ്പുകളെ അതൊക്കെ വീട്ടിൽ കയറിക്കോളും. പിന്നെ കാലിന്റെ അടിയിലിട്ട് സുലൈമാൻ നബി ഈ മനുഷ്യന്മാരൊക്കെ നിൽക്കുന്നത് കാണാറ് ചതച്ചരക്കുകയാണല്ലോ. എങ്ങനെയാണ് ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ പോകുമ്പോ മനുഷ്യന്മാരെയൊക്കെ കണ്ടിട്ട് കാണാതെ കാലിന്റെ അടിയിലിട്ട് ചവിട്ടിയരക്കലാണല്ലോ പതിവ്. ഒരു ഭാഗത്ത് വ്യാഖ്യാനാണ് കൊടുത്തതുകൊണ്ട് കാര്യമുണ്ടോ? ഖുർആനിന്റെ എല്ലാ ഭാഗവും അതിനോട് യോജിക്കണ്ടേ? എന്തൊരു പുതുമയാണിത് സഹോദരന്മാരെ. ഇങ്ങനെ ആൾക്കാർ ഖുർആൻ വ്യാഖ്യാനം എഴുതിയില്ലേ? ഇങ്ങനെയും ആളുകൾ ലോകത്ത് ജീവിക്കുന്നില്ലേ? ആലോചിച്ചു നോക്ക്. അവരൊക്കെ ബുദ്ധിജീവികളും ബുദ്ധിശാലികളുമാണെന്നാണ് അവർ പറയുന്നത്. വാസ്തവത്തിൽ അത് ബുദ്ധി ഇല്ലായ്മയല്ലേ, യുക്തി ഇല്ലായ്മയല്ലേ? അള്ളാഹു പറഞ്ഞൊരു കാര്യം അംഗീകരിക്കാനുള്ള ഒരു വല്ലാത്തൊരു മാനസികമായ വിഷമം സഹിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള ആളുകൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ അത്തരം ആളുകളിൽ ഉൾപ്പെടാതെ നമ്മൾ രക്ഷപ്പെട്ടല്ലോ. അള്ളാഹുവിനെ സ്തുതിക്കുക. ഇനിയും അങ്ങനെ തന്നെ പരിശുദ്ധ ഖുർആനിനെ അത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തിന് മനസ്സിലാക്കി കൊടുത്തു. സഹാബിമാര് മനസ്സിലാക്കിയ അതുപോലെ മനസ്സിലാക്കാനുള്ള തൗഫീഖ് ഏത് കാലത്തും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ഉറുമ്പിന്റെ സംസാരം കേട്ട് മഹാനവറുകൾ അത് കേട്ടപ്പോൾ മഹാനവറുകളുടെ മനസ്സിൽ ഒരൽപ്പം പോലും കിബിർ വന്നില്ല. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരൽപ്പം പോലും അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരഹങ്കാരം തോന്നിയില്ല. എനിക്ക് ഉറുമ്പിന്റെ സംസാരം കഴിക്കാൻ കഴിഞ്ഞു എന്നുള്ള ഫഖറൊന്നും പറഞ്ഞില്ല. മഹാനവറുകളുടെ ആ സ്വഭാവം അവിടെ പ്രകടമാവേണം. ആ നിസ്സാരമായ ഒരു ജന്തു സംസാരിക്കുന്നു, അതിന്റെ അണികളോട് താക്കീത് കൊടുക്കുകയാണ്. അതിന്റെ അണികളോട് അതൊക്കെ അവഗണിക്കണം എന്നും അദ്ദേഹത്തിന് തോന്നിയില്ല. മറിച്ച് മഹാനവറുകൾ എന്ത് ചെയ്തു? അത് മനസ്സിലാക്കാൻ സാധ്യമായത് എന്തുകൊണ്ടാണെന്നാണ് അദ്ദേഹം ചിന്തിച്ചത്. എനിക്ക് ഈ ഉറുമ്പിന്റെ സംസാരം മനസ്സിലാക്കാൻ എങ്ങനെ കഴിഞ്ഞു? അവിടേക്കാ മഹാനവറുകളുടെ ചിന്ത പോയത്. നമ്മളൊരു അനുഗ്രഹം അല്ലാഹു തന്നു കഴിഞ്ഞാൽ നമ്മൾ വേഗം അഹങ്കരിക്കുകയാണ് ചെയ്യുന്നത്. നല്ലവരുടെ ലക്ഷണം അതല്ല. എത്ര വലിയ നിഅമത്ത് കിട്ടിയാലും ആദ്യം നല്ലവരുടെ മനസ്സ് പോകുന്നത് അല്ലാഹുവേ, നീ എനിക്കിതൊക്കെ തന്നതല്ലേ, നീയല്ലേ തന്നത്, നീയാണല്ലോ എല്ലാ നിഅമത്തും എനിക്ക് തരുന്നത്. ആ നിഅമത്ത് ഉപയോഗപ്പെടുത്തി അതുകൊണ്ട് നെകളിപ്പ് കാണിക്കുന്നതിനേക്കാൾ മുഅ്മിനീങ്ങൾ ചെയ്യുന്നത് അതെവിടെ നിന്ന് കിട്ടി എന്ന് നന്ദിയോടെ അവരോർക്കുകയാണ്. അവരുടെ മനസ്സ് വല്ലാതെ വിനയപ്പെടുകയാണ്. കൂടുതൽ അല്ലാഹുവിലേക്ക് അവർ താഴ്ന്നു കേണുകൊണ്ട് റബ്ബിനോടതാ മഹാനവറുകൾ പ്രാർത്ഥിക്കുകയാണ്. റബ്ബേ, എത്രയാണ് നീ എനിക്ക് നിഅമത്ത് വാരിക്കോരി ചൊരിഞ്ഞു തരുന്നത്. ഇതിനൊക്കെ നിന്നോട് നന്ദി കാണിക്കാൻ മാത്രം ഈ സുലൈമാൻ നബി എന്ന് പറയുന്ന സുലൈമാൻ എന്ന് പറയുന്ന ഈ വ്യക്തിക്ക് സാധിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് റബ്ബേ, എനിക്ക് എപ്പോഴും നീ എനിക്ക് ചെയ്തു തന്നിട്ടുള്ള നിഅമത്തുകൾ ഓർക്കാനും അതിന് അർഹമായ നിലക്ക് നിന്നോട് നന്ദി കാണിക്കാനും എന്റെ മനസ്സിന് പ്രചോദനമേകണേ. മഹാനവറുകൾ തനിക്ക് കിട്ടിയ നിഅമത്തും തന്റെ മാതാപിതാക്കൾക്ക് കിട്ടിയ അഥവാ ദാവൂദ് അലൈഹിസ്സലാമിനും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മാതാവിനും ഒക്കെ ലഭ്യമായിട്ടുള്ള നിഅമത്തുകൾ ഓർത്തുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. എന്താ അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്? ഈ പ്രാർത്ഥന നമ്മുടെ ഈ ജീവിതത്തിൽ കൊണ്ട് നടക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. റബ്ബി ഔസിഇനി അൻ അശ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സാലിഹൻ തർദാ വഅദ്ഖിൽനി ബിറഹ്മതിക ഫീ ഇബാദിക സ്സാലിഹീൻ. ഖുർആനിക പ്രാർത്ഥനകളിൽ നിന്ന് മുസ്ലിമീങ്ങൾ മനഃപ്പാഠമാക്കി വെക്കേണ്ട ഒരു ദുആയാണ്. നമ്മളെല്ലാവരും ഇത് പഠിച്ചു വെക്കണം. ഈ ദുആ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ദുആയാണ്. റബ്ബി, എന്റെ റബ്ബേ, എന്റെ രക്ഷിതാവേ, ഔസിഇനി, നീ എനിക്ക് തോന്നിപ്പിക്കണം, നീ എനിക്ക് പ്രചോദനമേകണം. അന്നഷ്കുറ, ഞാൻ നന്ദിയുള്ളവനാകാൻ, എനിക്കെപ്പോഴും നന്ദി കാണിക്കാൻ തോന്നണം, എനിക്കെപ്പോഴും നന്ദി കാണിക്കാൻ എന്റെ മനസ്സിൽ പ്രചോദനമുണ്ടാകണം. നിഅമതകല്ലതി അൻഅംത അലയ്യ, നീ എനിക്ക് ചൊരിഞ്ഞു തന്നിട്ടുള്ള നിഅമത്തുകൾക്ക് അല്ലാഹ് നീ എത്രയാ എനിക്ക് തന്നത്. കണ്ടോ, ഒരത്ഭുതവും ഒരു വലിയ അനുഗ്രഹം കിട്ടിയപ്പോ ഒരല്പം പോലും കിബിറുണ്ടായില്ല. ഉടനെ ഓർമ്മ പോയത് എങ്ങട്ടാ? അല്ലാഹ് നീയാണിത് തന്നത്.
നിന്റെ ഫളലാണ്. നീയാണ് എനിക്കിത് തന്നത്, നീയാണ് എനിക്ക് അനുഗ്രഹം തെരിഞ്ഞു തന്നത്. എനിക്ക് മാത്രമല്ല, എന്റെ ഉമ്മാക്കുപ്പാക്കൊക്കെ നീ അനുഗ്രഹങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്റെ മാതാവിനെ, എന്റെ പിതാവിനൊക്കെ നീ അനുഗ്രഹിച്ചിട്ടുണ്ട്. അതിന് നിന്നോട് നന്ദി കാണിച്ച് ജീവിക്കാൻ നീ എനിക്ക് എപ്പോഴും തോന്നിപ്പിക്കണം. അതിനുള്ള തൗഫീക്ക് തരണേ. ശുക്ർ എന്ന് പറയുന്നത് പരിശുദ്ധ ഖുർആൻ ലോകത്തോട് എല്ലാ മുസ്ലിമീങ്ങൾക്കും നിർബന്ധമാക്കിയ ഒരു ഇബാദത്താണ്. അല്ലാഹ് തന്ന നിഅമത്തുകളെ മനസ്സിലാക്കിയിട്ട് ആ നിഅമത്തുകളെയെല്ലാം അത് നൽകിയവനായ റബ്ബിന്റെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രം വിനിയോഗിച്ച് ആ റബ്ബിൽ നിന്നാണ് തനിക്കിതൊക്കെ കിട്ടിയതെന്ന് തിരിച്ചറിഞ്ഞ് നന്ദിയോടെ നല്ല നല്ല പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകലാണ് ശുക്ർ എന്ന് പറയുന്നത്. നന്ദി. പക്ഷേ നന്ദി കാണിക്കുന്ന ആൾക്കാർ വളരെ കുറവാണെന്ന് അല്ലാഹ് പറയുന്നത്. വഖലീലും മിൻ ഇബാദിയശ് ശകൂർ. യഥാർത്ഥമായ അർത്ഥത്തിൽ നന്ദി കാണിക്കുന്ന ആളുകൾ എന്റെ അടിമകളിൽ വളരെ കുറവാകുന്നു. അല്ലാഹു പറയുന്നു, നന്ദി കാണിക്കുന്ന ആളുകൾ വളരെ കുറവാണ്. വലാകിന്ന അക്സറന്നാസി ലാ യശ്കുറൂൻ. ജനങ്ങളിൽ ഭൂരിഭാഗവും നന്ദി കാണിക്കാത്തവരാണ്. ഖുർആൻ മറ്റൊരിടത്ത് പറയുന്നു. ഇനിയും നമുക്ക് സുപരിചിതമായ സൂറത്തുൽ ആദിയാത്തിൽ കാണാം, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ് വഇന്നഹു അലാ ദാലിക ലശഹീദ്. നിശ്ചയമായും മനുഷ്യൻ ലിറബ്ബിഹി തന്റെ യജമാനനോട് ലകനൂദ് വല്ലാതെ നന്ദി കെട്ടവൻ തന്നെയാണ്. മനുഷ്യന്റെ പ്രകൃതം പറയാണ്, മനുഷ്യൻ തന്റെ യജമാനനോട്, തന്നെ തീറ്റിപ്പോറ്റിക്കൊണ്ടിരിക്കുന്ന യജമാനനായ റബ്ബിനോട് നന്ദിയില്ലാത്തവൻ തന്നെയാണ് മനുഷ്യൻ. അതിന് മുമ്പെന്താ അള്ളാഹു പറയുന്നത്? കുതിരകളുടെ കാര്യം പറഞ്ഞിട്ട് യജമാനൻ യജമാനന്റെ കൽപ്പന കിട്ടിയാൽ, തനിക്ക് പുല്ലും വെള്ളവും മാലയും ഒരുക്കിക്കൊടുത്ത യജമാനൻ അങ്ങ് പറഞ്ഞാൽ, ഏത് തണുപ്പിലും ചൂടിലും ഏത് സമയവും വകവെക്കാതെ യജമാനന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് അതിശീഘ്രം കൊളംബിൽ നിന്ന് തീപ്പൊരിയൊക്കെ പറപ്പിച്ചുകൊണ്ട് കല്ലും മലയും കുന്നുമൊക്കെ ചാടിക്കടന്ന് ശത്രുപാളയത്തിലേക്ക് എരച്ചു കയറി പൊടിപാറി യുദ്ധം ചെയ്ത് തിരിച്ചു വരുന്ന ഒരു കുതിര. എന്തേ? യജമാനനാ പുല്ല് നൽകുന്നത്, യജമാനനാ തീറ്റ കൊടുക്കുന്നത്, യജമാനനാ ആലയൊരുക്കിയത്, യജമാനനാ വെള്ളം കൊടുക്കുന്നത്. മിണ്ടാപ്രാണിയായ ഒരു കുതിരക്ക് പോലും അതിന് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്ന യജമാനനോടുള്ള ഒരു നന്ദി. ഏത് സമയത്തും സുബഹിക്ക് എഴുന്നേറ്റ് സുബഹിയുടെ സമയത്തും ശത്രു പാളയത്തിലേക്ക് അറ്റാക്ക് ചെയ്തുകൊണ്ട് എരച്ചു കയറും. അതിന്റെ ശക്തമായ ഓട്ടം നിമിത്തം അതിന്റെ കുളമ്പുകളൊക്കെ കല്ലുകളിൽ തട്ടിയിട്ട് തീപ്പൊരി പറക്കും. അതിശീഘ്രം തന്റെ യജമാനൻ ആവശ്യപ്പെട്ടാൽ യജമാനനോടുള്ള നന്ദി കൊണ്ട് യജമാനന് വേണ്ടി എന്ത് ത്യാഗവും സഹിച്ച് ഓടി അതിശീഘ്രം കുതിച്ചു പായുന്ന പൊടി പറത്തി രണാങ്കണത്തിലേക്ക് എരച്ചു കയറി അറ്റാക്ക് നടത്തുന്ന കുതിരകളെ തന്നെ സത്യം അല്ലാഹു തആല പറഞ്ഞതാണ്. എന്നിട്ടാ പറഞ്ഞതെന്ത്? ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. എന്ന മനുഷ്യൻ അവന് വേണ്ടതൊക്കെ നൽകിക്കൊണ്ടിരിക്കുന്ന തന്റെ യജമാനനോട് വളരെ നന്ദി കെട്ടവനാണ്. എല്ലാ അനുഗ്രഹങ്ങളും കിട്ടി. യുദ്ധം ചെയ്യാനൊന്നും പറഞ്ഞിട്ടില്ല. ഹയ്യാലൽ ഫലാ, അസ്സലാത്തു ഖൈറും മിനൻ നൗം. ഉറങ്ങല്ലേ, നിസ്കരിക്കാൻ സുബഹിക്ക് വരീൻ. നമ്മൾ എഴുന്നേൽക്കുവോ? പലർക്കും എഴുന്നേൽക്കാൻ കഴിയുന്നുണ്ടോ? ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. തന്റെ യജമാനനോട് മനുഷ്യൻ ഏറെ നന്ദി കെട്ടവൻ തന്നെയാണ്. എന്താണ് അതിന് തെളിവെന്ന് തഫ്സീറുകളും ഹദീസുകളും ഒന്നും നോക്കണ്ട. അല്ലാഹ് പറയാണ്, വഇന്നഹു അലാ ദാലിക ലശഹീദ്. നിശ്ചയം അതിന് അവൻ തന്നെ സാക്ഷിയാകുന്നു. ഓരോരുത്തരും ഞാൻ എത്ര നന്ദി കെട്ടവനാണെന്ന് പരിശോധിക്കാൻ എവിടെയും പോകേണ്ടതില്ല. അവനവനിലേക്ക് നോക്കട്ടെ. ഞാൻ എന്റെ റബ്ബിനോട് എത്രത്തോളം നന്ദി കാണിക്കുന്നവനാണെന്ന് പരിശോധിക്കട്ടെ. നമുക്ക് റബ്ബ് ചെയ്ത നിഅമത്തുകൾ എഴുതി എണ്ണി കണക്കാക്കാൻ കഴിയുമോ? വഇൻ തഉദ്ദൂ നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹാ. അല്ലാഹുവിന്റെ നിഅമത്തുകളെ അവർ എണ്ണി കണക്കാക്കുകയാണെങ്കിൽ അതിനെ ക്ലിപ്തപ്പെടുത്താൻ സാധ്യമല്ല. എത്രയാണ് നമുക്ക് കിട്ടിയ നിഅമത്തുകൾ! പക്ഷെ നമ്മളാകെ നിഅമത്ത് എന്ന് പറഞ്ഞാൽ ആകെ എണ്ണ എന്താ? നല്ലോണം മുതലുണ്ടാകുക. നമ്മളെ നിഅമത്തിന്റെ പട്ടിക ക്ലോസ്. എന്താ നിഅമത്ത്? നല്ല മുതലുണ്ടാകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് അത് മാത്രല്ല,
മനുഷ്യ, നിന്റെ ബോഡിയിലേക്കൊന്ന് നോക്കിക്കൂടെ? ഫീ അൻഫുസിക്കും, നിങ്ങളുടെ ബോഡികളൊന്ന് നോക്കിയാൽ തന്നെ എത്രയാണ് റബ്ബിന്റെ നിഅമത്ത്, എത്ര വിലയാണ് അതിന് മതിക്കുക. ബോഡിയുടെ അകത്തും പുറത്തുമായി ഫിറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള നമുക്ക് വ്യക്തമായി കാണാനും കാണാൻ കഴിയാത്തതുമായ ഒരുപാട് കോശങ്ങളാലും അതുപോലെ തന്നെ അവയവങ്ങളാലും സംവിധാനങ്ങളാലും സജ്ജീകരണങ്ങളാലും ലായനികളാലും ദ്രാവകങ്ങളാലും എല്ലുകളാലും ഒക്കെ നമ്മുടെ ബോഡിക്കകത്ത് ഫിറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതുമായ നിഅമത്തുകൾക്ക് ആജീവനാന്തം സുജൂദിൽ കിടന്നാൽ നന്ദിയാകുമോ? ഒരിക്കലുമില്ല. ഓരോ നിഅമത്തും അങ്ങ് മുറിഞ്ഞു പോകുമ്പോ, ഓരോ നിഅമത്തും അങ്ങ് കഴിഞ്ഞവസാനിച്ചു പോകുമ്പോഴല്ലേ അതിന്റെ വില അറിയാറുള്ളത്. അതുകൊണ്ട് നമ്മളെ മനസ്സിൽ ഈ ദുആ എപ്പോഴും വേണമെന്ന് ഞാൻ പറയുന്നത്. നമ്മൾ എന്ത് നന്ദിയാ അള്ളാഹ്ക്ക് കാണിച്ചത്. അള്ളാഹ് നമുക്ക് തന്നതും നമ്മൾ കാണിക്കുന്ന നന്ദിയും വെച്ച് നോക്കുകയാണെങ്കിൽ എത്രയാണ് അതിന്റെ വ്യത്യാസവും അതിന്റെ അന്തരവും. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം പോലും പ്രാർത്ഥിക്കുകയാണ്. നബിമാരൊക്കെ എന്ന് പറഞ്ഞാൽ അവരിൽ നിന്ന് തെറ്റുകൾ വരാതെ റബ്ബിന്റെ പ്രൊട്ടക്ഷനും കാവലുള്ള മഅസൂമീങ്ങളാണ് മഹാന്മാരായ പ്രവാചകന്മാര്. എന്നിട്ടും സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന മഹാനായ പ്രവാചകൻ റബ്ബിനോട് ദുആ ഇരുന്നതല്ലേ ഈ കേട്ടത്? റബ്ബി ഔസിഇനി, എനിക്ക് തോന്നിപ്പിക്കണേ, പ്രചോദനമേകണേ, അൻഅശ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സാലിഹൻ തർദാ. നീ തൃപ്തിപ്പെടുന്ന കർമ്മങ്ങൾ മാത്രം ചെയ്യാനും നീ എനിക്ക് തൗഫീഖ് തരണേ. അമ്പിയാക്കൾക്ക് അല്ലാഹു സൽക്കർമ്മങ്ങൾ ചെയ്യാൻ തന്നെയാണ് എപ്പോഴും പ്രചോദനം കൊടുക്കുക. മനുഷ്യനെ സൽക്കർമ്മങ്ങളിൽ നിന്ന് തെറ്റിച്ച് കളയുന്ന ശൈത്താന്മാരുണ്ടല്ലോ, നബിമാർക്ക് അല്ലാഹു തആല അവരുടേതായ ശർറുമില്ലാതെ അവർക്ക് കാവൽ കൊടുക്കപ്പെട്ട വിഭാഗമാണ്. എന്നിട്ടും മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയാണ്, വഅൻ അഅമല സാലിഹൻ തർദാ, നീ തൃപ്തിപ്പെടുന്ന കർമ്മങ്ങൾ ചെയ്യാൻ നീ എനിക്ക് തൗഫീഖ് തരണേ. വഅദ്ഖിൽനി, നീ എന്നെ പ്രവേശിപ്പിക്കണേ, ബിറഹ്മതിക, നിന്റെ കാരുണ്യം നിമിത്തം. കണ്ടോ, അള്ളാന്റെ റഹ്മത്തും ഫദ്ലും ഒക്കെ ഉണ്ടെങ്കിലേ. ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്, ഞാൻ അതിന് മാത്രം മുന്തിയ ആൾ അർജുനാണ്, നല്ലൊരു കൂട്ടത്തിലേക്കാണ് ചേർക്കണം എന്നൊന്നുമല്ല പറയുന്നത്. അപ്പോഴും നോക്കൂ ആ ഒരു വിനയം. ഞാൻ എന്തുമാത്രം നല്ല ആളാണ്, അതുകൊണ്ട് എന്നാണ് ചേർക്കണം നല്ലവരിലേക്ക് എന്ന് മഹാനവറുകൾ പറയുന്നുണ്ടോ? മറിച്ച് എന്താ പറയുന്നത്? മഹാനവറുകളുടെ പ്രാർത്ഥനയിൽ എന്താ നമ്മൾ കേൾക്കുന്നത്? വഅദ്ഖിൽനി, നീ എന്നെ പ്രവേശിപ്പിക്കണേ, ബിറഹ്മതിക, നിന്റെ റഹ്മത്ത് കൊണ്ട്. നിന്റെ റഹ്മത്ത് കിട്ടിയാലേ, നിന്റെ കാരുണ്യം കിട്ടിയാലേ ഞാനും നല്ലവനാവുകയുള്ളൂ. ഫീ ഇബാദിക സ്സാലിഹീൻ, സദ്വൃത്തരായ ദാസന്മാരിൽ നീ എന്നെ പ്രവേശിപ്പിക്കണം. സാലിഹീങ്ങളുടെ കൂടെ ജീവിക്കാൻ കഴിയുക, സാലിഹീങ്ങളുടെ കൂട്ടത്തിലായിക്കൊണ്ട് സാലിഹായി മരിക്കാൻ കഴിയുക. നാളെ പരലോകത്ത് പാപികളെ നിങ്ങളങ്ങ് വേറിട്ട് നിൽക്കിൻ, സജ്ജനങ്ങളുടെ കൂടെ നിൽക്കാനുള്ള യോഗ്യത വരെ നിങ്ങൾക്കില്ല. ഫംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ, ഏ കുറ്റവാളികളെ, നിങ്ങൾ ഇന്നത്തെ ദിവസം ഒന്ന് മാറി നിൽക്കുവീൻ, സാലിഹീങ്ങളോടൊപ്പം നിൽക്കാനുള്ള യോഗ്യത വരെ നിങ്ങൾക്കില്ല എന്ന് പറയപ്പെടുമല്ലോ. അതുകൊണ്ട് നല്ലവരോടൊപ്പം ചേർക്കണം എന്ന് പറയുന്നു. വഅദ്ഖിൽനി ബിറഹ്മതിക ഫീ ഇബാദിക സ്സാലിഹീൻ. പ്രാർത്ഥന ഞാൻ ഒരിക്കൽ കൂടി പറയട്ടെ, മഹാനവറുകളുടെ പ്രാർത്ഥന ആവർത്തിക്കുന്നത് നമുക്കത് ഗുണം ചെയ്യും. റബ്ബി ഔസിഇനി അൻ അശ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സാലിഹൻ തർദാ വഅദ്ഖിൽനി ബിറഹ്മതിക ഫീ ഇബാദിക സ്സാലിഹീൻ. മറന്നു പോകരുത്, പഠിക്കണം നമ്മൾ. ഒരിക്കലും ഉപേക്ഷ വരുത്തരുത്. നമ്മുടെ പ്രാർത്ഥനകളിൽ ഇത് കടന്നു വരണം. നമ്മൾ ഓർക്കണം, അപ്പോഴൊക്കെ നമ്മൾ ഓർക്കണം, ഇതൊരു നബി ദുആ ചെയ്ത ദുആയാണ്. ആരാ നബി, ആരാ ഞാൻ, അതൊക്കെ നമ്മളെ മനസ്സിൽ കടന്നു വരണം. അപ്പോഴാണ് ഒഴിഞ്ഞിരുന്നു ഒറ്റക്കിരുമ്പോ ദുആ ചെയ്യുമ്പോഴൊക്കെ കരയാ. അപ്പോഴാ ഇവരൊക്കെ എത്ര മഹാന്മാരാ, അവരൊക്കെ എത്ര പേടിച്ചു, അവരൊക്കെ അള്ളാഹിനോട് ഇങ്ങനെ ചോദിച്ചെങ്കിൽ അവരുടെ 1000 മൈലെത്താൻ യോഗ്യതയില്ലാത്ത സാധുവായ പാപിയായ ഞാൻ, റബ്ബേ, ഞാൻ നിന്നോട് നീ എനിക്ക് ചെയ്തു തന്ന നിഅമത്തുകൾക്കൊക്കെ എത്ര വീഴ്ച വരുത്തി,
എത്രയാ ഞാൻ പാപം ചെയ്തത്, എത്രയാണ് നിന്റെ നിഅമത്തുകളോട് ഞാൻ പുറംതിരിഞ്ഞു നിൽക്കുന്നത്, എനിക്ക് എത്രയാ റബ്ബേ നീ തന്നത്, എന്നിട്ട് എത്ര നന്ദികേടാ ഞാൻ നിന്നോട് കാണിക്കുന്നത് എന്നൊക്കെയുള്ള കുറ്റബോധം ഇങ്ങനെ മനസ്സിൽ വന്ന് കരഞ്ഞ് അള്ളാഹിനോട് നിരന്തരം പറയുമ്പോൾ അല്ലാഹു തആല ശാക്കിരീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ അങ്ങ് ചേർത്ത് തരും, നല്ലവരായി ജീവിക്കാനുള്ള തൗഫീക്ക് തരും, സൽക്കർമ്മങ്ങൾ ധാരാളമായിട്ട് ചെയ്യാൻ നമുക്ക് തൗഫീക്ക് തരും. വഷ്കുറൂ നിഅമത്തല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ നിഅമത്തിന് നന്ദി കാണിക്കൂ ജനങ്ങളെ. ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ, നിങ്ങൾ അവനെ മാത്രം ആരാധിക്കുന്നവരാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അതുകൊണ്ട് മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനുണ്ടായ ഈ അത്ഭുതകരമായ കാര്യം ഇത് വേറൊരു നബിക്ക് ഉണ്ടായിട്ടില്ല. കുഞ്ഞു ഉറുമ്പിന്റെ സംസാരം മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഗ്രഹിക്കാൻ സാധിച്ചു. മഹാനവറുകൾ അത് കേട്ട് ചിരിച്ചു. ആ അത്ഭുതം, ആ അനുഗ്രഹത്തെ വളരെ വലിയ വിനയത്തോടെ അത് ഏറ്റെടുത്ത് റബ്ബിനോട് പറഞ്ഞു, എത്രയാ റബ്ബേ അടിക്കടി എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത്, ഇതിനൊക്കെ നിന്നോട് നിഅമത്ത് കാണിക്കാൻ മാത്രം എനിക്ക് കഴിയുന്നില്ലല്ലോ, നീ എനിക്ക് അതിനൊക്കെ പ്രചോദനമരുളണം, എനിക്ക് നീ തൗഫീക്ക് തരണം, നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ തന്നെ മരിച്ച് നല്ലവരുടെ കൂട്ടത്തിലൊക്കെ നീ എന്നെ ഉൾപ്പെടുത്തി തരണം എന്ന് എത്ര വിനയത്തോടെയാണ് രാജാധികാരവും പ്രവാചകത്വ പദവി കൊണ്ടും അനുഗ്രഹീതനായ ആ മഹാനായ പ്രവാചകൻ സുലൈമാൻ നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നത്. അഹങ്കരിക്കാൻ എന്തുകൊണ്ടും വകുപ്പില്ലേ, രാജാവാണ്, രാജാധികാരമുണ്ട്, വമ്പിച്ച പവറാണുള്ളത്. മനുഷ്യ പട്ടാളമൊന്നുമല്ല, ജിന്നുകളുണ്ട്, മനുഷ്യരുണ്ട്, പക്ഷികളുണ്ട്, എല്ലാവരും. എത്ര നിഅമത്താണ്, ഒരഹങ്കാരവും എന്നിട്ടില്ല. എന്നിട്ട് ആ പട്ടാളത്തെയും കൊണ്ടുള്ള യാത്രക്കിടയിൽ ഉണ്ടായ മറ്റൊരു നിഅമത്താണ് ഈ പറഞ്ഞത്, ഉറുമ്പിന്റെ സംസാരവും മനസ്സിലായത്. അതും കേട്ട് മഹാനവറുകൾക്ക് ചിരി വരും. ആ നിഅമത്തും അവിടെ വെച്ച് വൈകിക്കുന്നില്ല, ഉടനെ തന്നെ അവിടുന്ന് തന്നെ പറയണത്, ഫഖാല, ഉടനെ പ്രാർത്ഥിക്കണം, റബ്ബേ എന്റെ റബ്ബേ എത്രയാ നീ തന്നത്. ഇതാ നമ്മളെ മനസ്സിൽ ഇങ്ങനെ വരേണ്ടത്. നമ്മുടെ മനസ്സിൽ ഇതിങ്ങനെ എപ്പോഴും വരണം. റബ്ബേ എനിക്ക് എത്രയാ തരുന്നത്, എത്രയാ റബ്ബേ നീ എനിക്ക് തരുന്നത്, കയ്യും കണക്കുമില്ലാതെ നീ എനിക്ക് തരുന്നുണ്ടല്ലോ അല്ലാ നമുക്ക് ചെയ്തു തരുന്ന നിഅമത്തിനെ എങ്ങനെ ഓർക്കുക, വലുതായി കാണുക. എന്നിട്ടോ അതിന് മാത്രം ഞാൻ എന്ത് ചെയ്യുന്നില്ല, ശുക്ർ ചെയ്യുന്നില്ല. അതാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാറിന്റെ ഒരു കാമ്പ്. അതല്ലേ സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് പറയുന്ന പ്രാർത്ഥനയിൽ നമ്മൾ ഇത് പറയുന്നില്ലേ, അബൂഉ ലക ബിനിഅമതിക അലയ്യ, അബൂഉ ബിനിഅമതിക അലയ്യ, നീ എനിക്ക് ചൊരിഞ്ഞു തന്ന നിഅമത്തുകളെ ഞാൻ നിന്റെ മുമ്പിൽ സമ്മതിക്കുന്നു. നമ്മൾ പറയുന്നുണ്ടത്, അല്ലെങ്കിൽ പറയണം. പകൽ സമയത്തും മിനിമം ഒരു തവണയെങ്കിലും, രാത്രി സമയത്തും മിനിമം ഒരു തവണയെങ്കിലും സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് പറയുന്ന പ്രാർത്ഥന പറഞ്ഞാൽ, പകൽ സമയത്ത് ഒരാൾ ആ പ്രാർത്ഥന മനസ്സാന്നിധ്യത്തോടെ അതിന്റെ അർത്ഥവും ആശയവും ഗ്രഹിച്ചതിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് പകൽ നേരത്ത് ഒരു തവണയെങ്കിലും ഒരാൾ പറഞ്ഞ് രാത്രിയാകുന്നതിന്റെ മുമ്പേ മരണപ്പെട്ടു പോയാൽ ഫഹുവ മിൻ അഹ്ലിൽ ജന്ന, അവൻ സ്വർഗവാസിയാകുന്നു. അതുപോലെ തന്നെ രാത്രിയിൽ ഒരാൾ ഇത് പറഞ്ഞാൽ ദൃഢവിശ്വാസത്തോടെ മനസ്സിൽ നല്ല ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഈ ദുആ ഒരാൾ പറഞ്ഞാൽ പ്രഭാതമാകുന്നതിന്റെ മുമ്പ് രാത്രിയിലെങ്ങാനും അവൻ മരണപ്പെട്ടു പോയാൽ ഫഹുവ മിൻ അഹ്ലിൽ ജന്ന, അവൻ സ്വർഗാവകാശി തന്നെ. ഒരു മനുഷ്യൻ ഒന്നുകിൽ 24 മണിക്കൂർ നേരത്തെ ഏതെങ്കിലും ഒരു പകലിലാണ് മരിക്കുക, അല്ലെങ്കിൽ ഒരു രാത്രിയാണ് മരിക്കുക. സംശയമൊന്നുമില്ലല്ലോ. ഒന്നുകിൽ രാത്രിയാ മരണം വരിക, അല്ലെങ്കിൽ പകലാ മരണം വരിക. രാത്രി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇതാണ് പറഞ്ഞിട്ട് ആദ്യം തന്നെ. പകലങ്ങോട്ട് വന്നതോടുകൂടി ഇതങ്ങ് പറയാ, സയ്യിദുൽ ഇസ്തിഗ്ഫാർ. മറക്കരുത്. നമ്മുടെ പ്രഭാത പ്രാർത്ഥനയിലും പ്രദോഷ പ്രാർത്ഥനയിലും ഇതുണ്ട്. ഇതിൽ കുറെ കാര്യങ്ങൾ അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നതിൽ ഒരു പോയിന്റ് ഞാൻ അപ്പ പറഞ്ഞത്, അബൂഉ ലക ബിനിഅമതിക അലയ്യ, ഞാൻ നിന്റെ മുമ്പിൽ ഇതാ സമ്മതിച്ചു പറയുകയാണ് റബ്ബേ, നീ എനിക്ക് എത്രയാണ് നിഅമത്തുകൾ വാരിക്കോരി ചൊരിഞ്ഞു തന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ പറയരുത് എനിക്കെന്ത് നിഅമത്താ കിട്ടിയത്. നമ്മളോട് പറയുന്നുണ്ട്, നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ട്, ഞാൻ എന്റെ നിഅമത്തൊക്കെ നിനക്ക്, നീ എനിക്ക് എത്ര നിഅമത്താത്ത, ഞാനിതാ സമ്മതിക്കുന്നു. ഉടനെ തന്നെ പറയുന്നുണ്ട് വഅബൂഉ ബിദംബി, എന്നാൽ ആ നിഅമത്തിനൊക്കെ അനുസരിച്ച് നിന്നോട് ശുക്ർ ചെയ്ത് ഏറ്റവും നല്ല പ്രവർത്തനം ചെയ്യാനൊന്നും എനിക്ക് സാധിച്ചിട്ടില്ല. ആ കുറ്റബോധം, ആ കുറ്റം ഞാൻ നിന്റെ മുമ്പിൽ ഏറ്റുപറയുന്നു. അബൂഉ ലക ബിനിഅമതിക അലയ്യ വഅബൂഉ ബിദംബി ഫഗ്ഫിർ ലീ
ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, നീ എനിക്ക് പുറത്തു തരണേ, കാരണം നീ അല്ലാതെ പൊറുക്കുന്നവരില്ല. ഈ ദുആയാണ് നമ്മൾ പകൽ സമയത്തും രാത്രി സമയത്തും മിനിമം ഒരു തവണയെങ്കിലും ചൊല്ലേണ്ടത്. ഖുതുബയിൽ നമ്മൾ ആയത്തുൽ കുർസി പറഞ്ഞതുപോലെ ഇവിടെയും ഞാൻ പറയട്ടെ, അതിന്റെ അർത്ഥവും ആശയമൊന്നും ഗ്രഹിക്കാതെ കേവലം ഒരു മന്ത്രമായിട്ട് ഇങ്ങനെ പറയേണ്ടതല്ല. അതൊക്കെ അർത്ഥവും ആശയവും ഗ്രഹിച്ചുകൊണ്ട്, അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞ ഉടനെ ഒരു കണ്ടീഷൻ പറഞ്ഞു സയ്യിദുൽ ഇസ്തിഗ്ഫാറിന്റെ ദുആയിൽ. അത് പറയുന്നതിന്റെ മുന്നോടിയായി അവിടുന്ന് ഒരു കണ്ടീഷൻ പറഞ്ഞു, ഒരു ഉപാധി പറഞ്ഞു. അതെന്താ? മൻ ഖാലഹ മൂഖിനൻ, അതിൽ ദൃഢമായി വിശ്വസിക്കുന്ന നിലക്ക് ആരെങ്കിലും അത് പറഞ്ഞാൽ, വെറുതെ അങ്ങനെ ചൊല്ലി പറയലല്ല. അപ്പൊ അതിന്റെയും അർത്ഥവും ആശയവും ഒക്കെ ഗ്രഹിച്ചുകൊണ്ട് അത് പറഞ്ഞാൽ, രാത്രിയാകുന്നതിന്റെ മുമ്പ് മരിച്ചാൽ നല്ല മരണം, പകല് ആകുന്നതിന്റെ മുമ്പ് രാത്രിയിൽ അവൻ മരണപ്പെട്ടാൽ നല്ല മരണം. രോഗികളൊക്കെ ഉണ്ടെങ്കിൽ, നമ്മളെ അറിവിൽ ശുശ്രൂഷയിൽ ഹോസ്പിറ്റലിലോ ഓർമ്മയൊക്കെയുള്ള രോഗികൾ ഉണ്ടെങ്കിൽ 2 നേരവും ഇത് അവർക്ക് ഇങ്ങനെ ഓർമ്മപ്പെടുത്തി കൊടുക്കണം, ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. ചൊല്ലാൻ കഴിയുന്ന രോഗികളാണെങ്കിൽ അവർ ചൊല്ലട്ടെ. രാത്രിയാകുന്നതിലും മരണപ്പെട്ടാലോ, രാത്രിയിൽ ചൊല്ലിക്കൊടുക്കുക. ഒരു നേരെങ്കിലും പകലാകുന്നതിലും മരണപ്പെട്ടാലോ, അതിന്റെ അർത്ഥവും ആശയവും ഒക്കെ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി അവരുടെ മനസ്സിനെ ഇങ്ങനെ ഒരു നല്ല ചിന്തയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് മറക്കാതിരിക്കാനുള്ള മാർഗം എന്താണ്? പ്രഭാതായ ഉടനെ ഇത് പറയാ, പ്രദോഷായ ഉടനെ ഇത് പറയാ. അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അപ്പോ അതിൽ ഞാൻ പറയുന്ന ഒരു വശം എന്താണ്? ഇവിടെ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചില്ല, ആ ചോദ്യമാണ്, റബ്ബേ നീ എനിക്ക് നിഅമത്തുകൾ ഒരുപാട് തന്നിട്ടുണ്ട്, അതിനൊക്കെ നന്ദി കാണിക്കാൻ നീ എനിക്ക് തോന്നിക്കണം. ഞാൻ എൻ്റെ സഹോദരിമാരോടും പറയാണ്, ഇതൊക്കെ ഒന്ന് മനഃപ്പാടമാക്കിക്കണം, നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. നിങ്ങൾ വിചാരിച്ചാൽ അതൊക്കെ നടക്കും, നിങ്ങൾക്ക് സാധിക്കും, നിങ്ങളുടെ മക്കൾക്ക് സാധിക്കും. അതൊക്കെ ഓർമ്മപ്പെടുത്തണം. ഇങ്ങനെയൊക്കെ ചെയ്തോ ചൊല്ലിയോ സയ്യിദുൽ ഇസ്തിഗ്ഫാറിന്റെ കാര്യവും ഇതുപോലുള്ള പ്രാർത്ഥനകളും ഒക്കെ നമ്മളാണ് ആ നിലക്കുള്ള ഒരു നല്ല അന്തരീക്ഷം നമ്മുടെ ഗൃഹാന്തരീക്ഷത്തിൽ ഉണ്ടാക്കേണ്ടത്. അത് നമ്മൾ ശ്രദ്ധിക്കണം. എന്നിട്ട് അള്ളാഹിനോട് പറയണം, അഅമല സാലിഹൻ തർളാ വഅദ്ഖിൽനി ബിറഹ്മതിക ഫീ ഇബാദിക സ്വാലിഹീൻ, നല്ലവരുടെ കൂട്ടത്തിൽ ചേർക്കാൻ എനിക്ക് തൗഫീഖ് തരണേ എന്നൊക്കെ മഹാനവറുകൾ പ്രാർത്ഥിച്ചിരിക്കുകയാണ്. ഇനി സഹോദരന്മാരെ, അദ്ദേഹത്തിന്റെ യാത്രക്കിടയിൽ ഉണ്ടായ മറ്റൊരു സംഭവം, സുലൈമാൻ നബി അലൈഹിസ്സലാം തന്റെ സൈന്യസമേതമുള്ള യാത്രയിലായിരിക്കെ നടന്ന മറ്റൊരു സംഭവം. وتفقد الطير فقال ما لي لا أرى الهدهد أم كان من الغائبين لأعذبنه عذابا شديدا أو لأذبحنه أو ليأتيني بسلطان مبين. സൈന്യത്തിലെ അദ്ദേഹം സൈന്യത്തെ ഇങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക്. അപ്പൊ സൈന്യത്തിൽ പക്ഷിഭാഗമുണ്ടെന്ന് പറഞ്ഞല്ലോ. ആ പക്ഷിഭാഗത്തെ പരിശോധിച്ചപ്പോൾ ആ പക്ഷിഭാഗത്തിന്റെ കമാൻഡറായ അദ്ദേഹത്തിന്റെ ആ പക്ഷിഭാഗത്തിന്റെ കമാൻഡറായ ഒരു പക്ഷിയെ കാണാനില്ല. ഹുദ്ഹുദ്, ഹുദ്ഹുദ് എന്ന മരക്കൊത്തി പക്ഷിയെ കാണാനില്ല. പരേഡ് നടത്തി പരിശോധിച്ചു നോക്കുമ്പോ പക്ഷികളുടെ കമാൻഡറെ കാണാനില്ല. അദ്ദേഹം പരിശോധിക്കുകയുണ്ടായി. തഫഖദ എന്ന് പറഞ്ഞ പരിശോധന നടത്തി. അത്വയ്റ, പക്ഷികളെ പരിശോധിക്കണം, സൈന്യത്തിലുള്ള പക്ഷികളെയൊക്കെ പരിശോധിക്കണം. ഫഖാല, അപ്പോൾ അദ്ദേഹം പറയുകയാണ്, മാലിയ, അത്ഭുതം പറയാണ്, എനിക്ക് എന്ത് പറ്റി? ലാ അറൽ ഹുദ്ഹുദ, ഹുദ്ഹുദിനെ ഞാൻ കാണുന്നില്ലല്ലോ. അം കാന മിനൽ ഗായിബീൻ, അതോ നേരത്തെ ഹാജരാവാതെ എവിടേക്കോ മുങ്ങിയതാണോ? നേരത്തെ ഇവിടെ ഹാജരാവാതെ എവിടേക്കോ പോയിരിക്കുകയാണോ? അതോ വരാതിരുന്നതാണോ? എന്താണ് എനിക്ക് എന്ന് മനസ്സിലാകുന്നില്ല. മഹാനവറുകൾ പറയാൻ തുടങ്ങി, ലൗ അസ്ദിബന്നഹു അദാബൻ ശദീദാ, കയ്യിൽ കിട്ടിയാൽ ഞാൻ കഠിനമായ ശിക്ഷ ശിക്ഷിക്കുക തന്നെ ചെയ്യും. പട്ടാളക്കാരൊക്കെ എപ്പോഴും വളരെ വളരെ താഴ്മയോടെയാണ് സുലൈമാൻ നബി അലൈഹി ഇസ്ലാം. അത് ഏത് പട്ടാളക്കാരും എല്ലാവരും എത്ര ശക്തന്മാരും സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ ഫഹും യൂസൗ നിയന്ത്രിച്ചു കൊണ്ടുനടക്കുകയാണ്. കഠിനമായി ഞാൻ ശിക്ഷിക്കുന്ന അവർ. ആരെ? ഈ ഹുദ്ഹുദിനെ, മരക്കൊത്തി പക്ഷികളുടെ വരട്ടെ, ഞാൻ ശക്തമായി ശിക്ഷിക്കുക തന്നെ ചെയ്യും.
ഇനി എനിക്ക് തോന്നുകയാണെങ്കിൽ ശിക്ഷ ഇനിയും ഗൗരവത്തിൽ കൊടുക്കണമെങ്കിൽ കേവലം ശിക്ഷ മാത്രമല്ല, അറുത്ത് കൊന്നുകളയും ഞാൻ. ഔലാദ് ബഹന്നഹു, അല്ലെങ്കിൽ അതിനെ ഞാൻ അറുത്ത് കൊന്നുകളയുക തന്നെ ചെയ്യും. ഔലയതിയന്നി, അല്ലെങ്കിൽ ആ പക്ഷി, ആ ഹുദ്ഹുദ് എന്റെ അടുക്കൽ കൊണ്ടുവരണം. ബിസുൽത്താനിൻ മുബീൻ, വ്യക്തമായ പ്രമാണവുമായിട്ട് എന്റെ അടുക്കൽ വന്നേ പറ്റൂ. എന്തുകൊണ്ട് ഞാൻ എന്റെ പരിശോധനാ വേളയിൽ കണ്ടില്ല ഹുദ്ഹുദിനെ? അതുകൊണ്ട് വന്നാൽ ഞാൻ കഠിനമായ പണിഷ്മെന്റ് കൊടുക്കും, ശിക്ഷ കൊടുക്കും, ഞാൻ അറുത്തുകളെയും കൊന്നുകളെയും ഞാൻ. അല്ലെങ്കിൽ അതിന് തക്കതായ കാരണം എന്റെ മുമ്പിൽ ബോധിപ്പിക്കണം. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പക്ഷികളുടെ കമാൻഡറെ കാണാതായപ്പോൾ അവിടെ വെച്ച് പ്രഖ്യാപിക്കണം. ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പക്ഷികളെ പരിശോധിച്ചു നോക്കുമ്പോ എന്താ പറഞ്ഞത്? മാലി ലാ അറൽ ഹുദ്ഹുദ. എവിടെ പോയി? എവിടെ? കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളുടെ കൽബകം എന്നോവർ. കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും കൺകൊണ്ട് കണ്ടപ്പോൾ കാട്ടി പറഞ്ഞോവർ. മുഹീദ്ദീൻ ശൈഖിനെ പറ്റിയിട്ട് നമ്മുടെ നാട്ടിലുള്ള ആളുകൾ മഹാനവറുകളുടെ ബഹുമാനിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മുരീദുമാര് ചൊല്ലുന്ന പാട്ടാണ്. എന്താ? കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം കൺകൊണ്ട് കണ്ട പോലെ ഞാൻ പറയും. മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന ധാരാളക്കണക്കിന് നിഅമത്തുകൾ നൽകപ്പെട്ട, രാജാധിപത്യവും ഉണ്ടായിരുന്ന മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പക്ഷികളെ പരിശോധിച്ചു നോക്കുമ്പോ ഹുദ്ഹുദ് എന്ന കമാൻഡറെ കാണാനില്ല. എന്താ പറഞ്ഞത്? മാലി, എനിക്ക് എന്ത് സംഭവിച്ചു? ലാ അറൽ ഹുദ്ഹുദ, ഹുദ്ഹുദിനെ കാണാനില്ലല്ലോ, എവിടെ പോയി? അഭിനയിച്ചതാ? അതൊക്കെ അറിഞ്ഞിട്ട് പിന്നെ അങ്ങനെയൊക്കെയാണ് പറഞ്ഞതാണ് വെറുതെ അങ്ങനെ പറയാൻ പാടുണ്ടോ? ഒരു സാധാരണക്കാരനെ പറ്റി എന്നിട്ടല്ലേ ഒരു റസൂലിനെ കുറിച്ച് അങ്ങനെ പറയാൻ പാടുണ്ടോ? അപ്പൊ ഇവിടെ എന്താണ്? മഹാന്മാരായ അമ്പിയാക്കൾക്ക് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ അത് അവർക്ക് അറിയാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഈ പറയുന്നത്. ശരിക്കും സത്യ പറഞ്ഞതല്ല, അത് അഭിനയിച്ചോന്നല്ല. എന്താ ഞാൻ കാണാത്തെന്നൊക്കെ വെറുതെ ആൾക്കാരെ മുമ്പിൽ ചൂടാകുക, വെറുതെ അഭിനയിക്കുക, നാട്യമാ? ഒരിക്കലും ഇല്ലല്ലോ. അമ്പിയാക്കളല്ലേ, പരമ പരിശുദ്ധരല്ലേ, പരിഹസിക്കുമോ? കളവ് പറയുമോ? നാടകം അഭിനയിക്കുമോ? ഇല്ല. വസ്തുതയാണ്. എവിടെ പോയി? കാണാനില്ല, കാണാനില്ല. എന്നിട്ട് വന്നാൽ ഈ കൃത്യവിലോപത്തിന്, എന്റെ ഈ ഡ്യൂട്ടി നിർവഹണത്തിൽ നിന്ന് വിട്ടുനിന്നതിന് കഠിനമായി ഞാൻ ശിക്ഷിക്കും. വേണ്ടി വന്നാൽ കുറ്റം ഗുരുതരമാണെങ്കിൽ കൊന്നുകളയും ഞാൻ, അറുത്തുകളയും ഞാൻ. ഇല്ലെങ്കിൽ വ്യക്തമായ പ്രമാണം കൊണ്ട് എന്റെ അടുക്കൽ വരിക തന്നെ വേണം. കാര്യം അദ്ദേഹം ഊഹിച്ചതുപോലെ ആയിരുന്നില്ല. ഹുദ്ഹുദ് തെറ്റുകാരനായിരുന്നില്ല. എന്താ പിന്നെ സംഭവിച്ചത്? പ്രവാചകനും മഹാരാജാവുമായിരുന്ന അദ്ദേഹത്തിന് പോലും അജ്ഞാതമായ ഒരു വമ്പിച്ച വർത്തമാനവും കൊണ്ട് വരികയാണ്. فمكث غير بعيد فقال أحطت بما لم تحط به وجئتك من سبأ بنبأ يقين إني وجدت امرأة تملكهم وأوتيت من كل شيء ولها عرش عظيم وجدتها وقومها يسجدون للشمس من دون الله وزين لهم الشيطان أعمالهم فصدهم عن السبيل فهم لا يهتدون ألا يسجدوا لله الذي يخرج الخبأ في السماوات والأرض ويعلم ما تخفون وما تعلنون الله لا إله إلا هو الله لا إله إلا هو رب العرش العظيم فمكث غير بعيد
അധികം താമസിച്ചില്ല. അപ്പോഴേക്ക് അങ്ങനെ താമസിച്ചു ഗൈറ ബഈദ്, കുറച്ചു സമയം. അപ്പോഴേക്കതാ ഹുദ്ഹുദ് എന്ന പക്ഷി രാജാവിന്റെ സന്നിധിയിലേക്ക് പറന്നു വരുന്നു. ഫഖാല, എന്നിട്ട് ആ പക്ഷി പറയാൻ തുടങ്ങി, അഹത്തു, ഞാൻ സൂക്ഷ്മമായ വിവരം കൊണ്ടാണ് വന്നിട്ടുള്ളത്. അഹത്തു, ഞാൻ സൂക്ഷ്മമായി അറിഞ്ഞിരിക്കുന്നു. ബിമാലം തുഹിത്തു ബിഹി, നിങ്ങൾക്കതിനെപ്പറ്റി സൂക്ഷ്മ വിവരമില്ല. ആ പക്ഷിക്കറിയാ ഒരു നബിക്ക് അള്ളാഹ് വിവരം കൊടുത്തതേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ കിട്ടൂല. ഹുദ്ഹുദ് എന്ന പക്ഷിക്ക് വരെ അറിയാണ്ട് അള്ളാഹ് അറിയിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ സുലൈമാൻ നബിക്കും അറിയില്ല. അതുകൊണ്ട് ആ വാക്ക് പറയണേ. ഇന്നത്തെ നമ്മളൊരു വാക്ക് പറയണേ, അത് വഹാബിന്റെ വാക്കാന്നല്ല പറയാം, അതൊരു പഴച്ചോന്റെ വാക്കാന്നല്ല പറയാം. നിങ്ങൾക്കറിയില്ല, എങ്ങനെ പക്ഷിക്ക് മനസ്സിലാവും? നിങ്ങൾക്കറിയില്ല എന്ന് പറയാൻ പാടുണ്ടോ ഒരു നബിനോട്? ഹുദ്ഹുദ് വന്നിട്ട് പറയണ എന്താ? അഹത്തു, എനിക്ക് സൂക്ഷ്മ വിവരം കിട്ടിയിട്ടുണ്ട്. ഏതൊരു കാര്യം? ബിമാലം തുഹിത്തു ബിഹി, താങ്കൾക്ക് സൂക്ഷ്മമായ വിവരം കിട്ടാത്ത സംഗതി. വജിതുക, ഞാനിതാ താങ്കളുടെ സമീപത്തേക്ക് വന്നിട്ടുള്ളത് മിൻ സബ, യമനിലെ അങ്ങ് ദൂരെയുള്ള സബ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് നിന്നാണ്. ബിനബഇൻ യഖീൻ, ഊഹാപോഹം പറയുന്ന കമാൻഡർ അല്ല ഞാൻ നിങ്ങളുടെ പട്ടാളത്തിലെ വിശ്വസ്തനാണല്ലോ. ഉറപ്പുള്ള ഒരു ന്യൂസും കൊണ്ട് സബയിൽ നിന്നാണ് ഞാൻ നിങ്ങളുടെ സന്നിധിയിലേക്ക് എത്തിയിട്ടുള്ളത്. ഇനി അവിടുന്ന് കണ്ട കാര്യം പറയാം. ഇന്നി വജത്തു ഇംറഅതൻ തംലികുഹും, ഇന്നി നിശ്ചയമായും ഞാൻ വജത്തു, ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടാണ് വരുന്നത്. ഇംറഅതൻ, ഒരു സ്ത്രീ, തംലികുഹും, ആ സബ രാജ്യം ഭരിക്കുന്നുണ്ട്. ആ യമനിലെ സബ എന്ന് പറയുന്ന പ്രദേശത്ത് ഭരണം നടത്തുന്ന ഒരു റാണിയെ, ഒരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടാണ് വരുന്നത്. വഊതിയതു മിൻ കുല്ലി ശൈഇ, അവൾക്ക് വലിയ പദവിയുള്ളവളാണ്, ഒരുപാട് സൗകര്യങ്ങൾ ഉള്ളവളാണ്. അവൾക്ക് നൽകപ്പെട്ടിട്ടുണ്ട് മിൻ കുല്ലി ശൈഇ, എല്ലാം നൽകപ്പെട്ട ഒരു പെണ്ണ്. അധികാരമുണ്ട്, അധികാരം ഉപയോഗപ്പെടുത്താൻ വേണ്ട പട്ടാളമുണ്ട്, സംവിധാനങ്ങളുണ്ട്, എല്ലാ സാമഗ്രികളുമുണ്ട്. വലഹാ അർശുൻ അദീം, വമ്പിച്ച ഒരു സിംഹാസനവുമുണ്ട് ആ പെണ്ണിന്. എല്ലാ രാജപദവിയുടെയും എല്ലാം ഒത്തിണങ്ങിയ ഒരു പെണ്ണ്, വമ്പിച്ച അധികാരാണ്, വലിയ സിംഹാസനമൊക്കെ ഉണ്ട്, എല്ലാം നൽകപ്പെട്ടിട്ടുണ്ട്, വലിയ സൗകര്യങ്ങളുള്ള രാജ്ഞിയാ, റാണിയാ. എന്താ അവരുടെ പ്രത്യേകത? അവരെ കുറിച്ച് എന്താ ഞാൻ കണ്ടത്? വജത്തുഹാ വഖൗമഹാ യസ്ജുദൂന ലിശംസി മിൻ ദൂനില്ലാഹ്, വജത്തുഹാ, ഞാൻ അവളെ കണ്ടു. വഖൗമഹാ, അവളുടെ ജനതയും, അവളെയും അവളുടെ ജനതയെയും ഞാൻ കണ്ടത് എങ്ങനെയാണ്? യസ്ജുദൂന, അവര് സുജൂദ് ചെയ്യുന്നു. ലിശംസി മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന്റെ പുറമേ, അല്ലാഹുവിന് പുറമേ, അല്ലാഹനെ കൂടാതെ അവര് സൂര്യനെ നമിക്കുന്നവരാണ്, സൂര്യന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നവരാണ്. വസയ്യന ലഹുമുശ് ശൈത്വാനു അഅ്മാലഹും, പിശാച് അവരുടെ പ്രവർത്തനങ്ങളൊക്കെ അവർക്ക് ഭംഗിയായി തോന്നിച്ചു കൊടുത്തിരിക്കുകയാണ്. കണ്ടോ, ഹുദ്ഹുദിന് മനസ്സിലായി തൗഹീദാണ് സത്യമെന്ന്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിൽ നിന്ന് തെറ്റിയ ശൈത്താന്റെ പാതയിലാണെന്ന് ഹുദ്ഹുദ് എന്ന മരക്കൊത്തി പക്ഷിക്ക് വരെ ബോധ്യമുണ്ട്. അതാ പറയുന്നത്, ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളും റഹ്മാനായ റബ്ബിനെ നമിച്ചുകൊണ്ടിരിക്കുന്നു, റബ്ബിനെ തസ്ബീഹ് ചെയ്യുന്നു, റബ്ബിനെ വാഴ്ത്തുന്നു. വഇൻ മിൻ ശൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി, ഈ പ്രപഞ്ചത്തിൽ ഒരു വസ്തുവും തന്നെ ഇല്ല അല്ലാഹുവിനെ സ്തുതിക്കാത്ത. തൗഹീദാണ് എല്ലാ ജീവജാലങ്ങളുടെയും കാതൽ. എല്ലാവരും അത് അംഗീകരിക്കണം. നന്ദി കെട്ട മനുഷ്യരും ജിന്ന് വർഗവും മാത്രമാണ് തൗഹീദിൽ നിന്ന് പഴച്ചു പോകുന്നത്. ഈ ഹുദ്ഹുദിന് വരെ അറിയാം. അതുകൊണ്ട് ഹുദ്ഹുദല്ലേ ഇതൊക്കെ പറയണത്. ശൈത്താൻ അവർക്ക് ഭംഗിയായി തോന്നിച്ചു കൊടുത്തിരിക്കുകയാണ് അവരുടെ പ്രവർത്തികളൊക്കെ. അങ്ങനെ ഫസദ്ദഹും അനിസ്സബീൽ, നേർമാർഗത്തിൽ നിന്ന് ആ ശൈത്താൻ അവരെ തടഞ്ഞിരിക്കുകയാണ്. ഫഹും ലാ യഹ്തദൂൻ, അവര് നേർമാർഗത്തിലല്ല, അവര് നേർവഴിയിലല്ല മുന്നോട്ട് പോകുന്നത്. ഇത് ഹുദ്ഹുദ് ശരിക്ക് കണ്ടറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് ആ ന്യൂസും കൊണ്ടാ വരുന്നത്. മാത്രല്ല ഹുദ്ഹുദ് പറഞ്ഞു കൊടുക്കുകയാണ്, ഈ ശൈത്താൻ വരെ എന്തിനാ പഠിപ്പിക്കുന്നത്? അല്ലാ യസ്ജുദൂ ലില്ലാഹില്ലദീ യുഖ്രിജുൽ ഖബ്അ ഫിസ് സമാവാതി വൽ അർള്, അതേ ആകാശങ്ങളിലും ഭൂമിയിലും ഒളിഞ്ഞു കിടക്കുന്ന എന്തിനേയും വെളിക്ക് കൊണ്ടുവരാൻ കഴിവുള്ളവനായ അല്ലാഹ്ക്ക് സുജൂദ് ചെയ്യാതിരിക്കാനാണ് ശൈത്താൻ പറയുന്നത്. വയഅലമു മാ തുഖ്ഫൂന വമാ തുഅ്ലിനൂൻ,
നിങ്ങൾ മറച്ചുവെക്കുന്നതും പരസ്യമാക്കുന്നതും അറിയുകയും ചെയ്യുന്നവനായ അല്ലാഹുവിന് അവർ സുജൂദ് ചെയ്യാതിരിക്കാനാണ് ശൈത്താൻ അവരുടെ പ്രവർത്തനങ്ങളൊക്കെ ഭംഗിയാക്കി തോന്നിപ്പിച്ചു കൊടുക്കുന്നത്. കണ്ടോ? അവിടെ നമ്മൾ മനസ്സിലാക്കണം, ഈ പക്ഷിയെ സംബന്ധിച്ച് ചില റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും. സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഈ പട്ടാളത്തിൽ ഇത് ഈ പല പ്രദേശങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഈ പക്ഷി ഭൂഗർഭ ജലം എവിടെയാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു പ്രത്യേകത ഈ പക്ഷിക്കുണ്ടായിരുന്നുവെന്നും അത് സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഈ പക്ഷി പറയുമെന്നും അങ്ങനെ പട്ടാളക്കാര് പെട്ടെന്ന് തന്നെ അവിടെ കിണർ കുഴിക്കാറുണ്ട് വെള്ളത്തിന് വേണ്ടിയിട്ട് എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ കാണാൻ സാധിക്കും. പക്ഷെ അപ്പോഴും ഈ പക്ഷിയുടെ മനസ്സിലെന്താ, ആകാശഭൂമികൾ ഭൂമിക്കടിയിലുള്ള വെള്ളമൊക്കെ ഞാൻ കാണുന്നുണ്ട്, പക്ഷേ എന്റെ കഴിവ് എത്ര പരിമിതാണ് ഇതിലേക്കുള്ളൊരു സൂചനയാണ്. യുഖ്രിജുൽ ഹബ്വ ഫിസ് സമാവാതി വൽ അർളി, ആകാശങ്ങളിലും ഭൂമിയിലും ഒക്കെയുള്ള സ്വകാര്യങ്ങൾ ഏത് മറഞ്ഞതും വെളിക്ക് കൊണ്ടുവരുന്നവനാ അല്ലാഹു. ഏത് രഹസ്യവും പരസ്യവും ഒക്കെ അല്ലാഹു ഒരുപോലെയാണ്. എന്നിട്ട് പറയാണ് അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു റബ്ബുൽ അർശിൽ അദീം. അല്ലാഹു അവനൊഴികെ ഒരു ആരാധ്യനേയില്ല, റബ്ബുൽ അർശിൽ അദീം, മഹത്തായ സിംഹാസനത്തിന്റെ റബ്ബ് തന്നെ. ഈ സഭയിലെ രാജ്ഞിക്ക് ഒരു അർശുണ്ട് എന്ന് പറഞ്ഞല്ലോ വന്നിട്ട്, അപ്പോഴും കണ്ടോ അവൾക്കൊരു അർശുണ്ട് എന്ന് പറഞ്ഞപ്പോ ഉടനെ തന്നെ അതിലേക്കും സൂചനയാണ്. അവളുടെ അർശൊക്കെ എന്താ അർശ? എന്റെ റബ്ബിന്റെ അർശ് എന്ന് പറഞ്ഞാൽ എത്രയാണ് അവൻ? അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു റബ്ബുൽ അർശിൽ അദീം, മഹത്തായ സിംഹാസനത്തിന്റെ ഉടമയായ അല്ലാഹ്. ആ അല്ലാഹനെ വിട്ട് മറ്റുള്ളവരെ ഇവരെയൊക്കെയാണ് പൂജിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ന്യൂസും കൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എന്ന് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുമ്പിൽ ആര് പറയാണ്? ഹുദ്ഹുദ് പറയാണ്. ആ അവസരത്തിൽ മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ പറഞ്ഞത് നേരാണോ അല്ലേന്ന് പരിശോധിക്കും എന്നാ പറയുന്നത്. ബോധ്യല്ല. ഉടനെ പറയാണ് ഖാല സനൻദുറു അസദഖത അം കുൻത മിനൽ കാദിബീൻ. ഞാൻ പറഞ്ഞു, ഞാൻ വിശ്വസിച്ചിട്ടൊന്നുമില്ല. അങ്ങനെയാണ് വിശ്വസിച്ചില്ല. നുണ പറയണെന്ന് പറഞ്ഞില്ല, അപ്പൊ നുണയനാക്കിയില്ലേ? ശരിയാന്ന് പറഞ്ഞു കണ്ണടച്ച് വിശ്വസിച്ചു, അതുമില്ല. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, പക്ഷിയോട് പറഞ്ഞു സനൻദുറു, ഞാനൊന്ന് നോക്കട്ടെ, ഞാൻ ആലോചിക്കട്ടെ. സനൻദുറു, ഞാൻ പരിശോധിക്കും, ഞാൻ ആലോചിക്കും, ഞാൻ നോക്കും. അസദഖത, നീ സത്യമാണോ പറഞ്ഞത്? അം കുൻത മിനൽ കാദിബീൻ, അതോ നീ കളവ് പറയുന്നവരുടെ കൂട്ടത്തിൽപ്പെട്ടവനാണോ എന്ന് ഞാൻ പരിശോധിക്കും. ഇവിടെയും തെളിവ്. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് എന്തറിയില്ല? മനസ്സ് വായിക്കാൻ കഴിഞ്ഞില്ല. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളുടെ കൽബകം. ഇവിടെ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ നിന്ന് ഹുദ്ഹുദ് എന്ന് പറയുന്ന മരക്കൊത്തി പക്ഷി പറയുന്നത് നേരാണോ നുണയാണോ ആ പക്ഷിയുടെ മനോഗതം അറിഞ്ഞുകൊണ്ട് വിലയിരുത്താൻ ആർക്ക് കഴിയുന്നുണ്ടോ? സുലൈമാൻ നബി അലൈഹിസ്സലാം കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ പറയുന്നത് സനൻദുറു, ഞാൻ പരിശോധിക്കും. അസദഖത, നീ സത്യമാണോ പറയുന്നത്? അം കുൻത മിനൽ കാദിബീൻ, അതോ നീ കളവ് പറയുന്നവരുടെ കൂട്ടത്തിലാണോ എന്ന് ഞാൻ പരിശോധിക്കുക തന്നെ ചെയ്യും എന്ന് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയണം. ഇനി പരിശോധനക്ക് വേണ്ടി മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ പക്ഷിയെ വിടുകയാണ്. വിടുമ്പോ മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം അതിനു വേണ്ടി സ്വീകരിക്കുന്ന നയങ്ങളും കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ടതൊക്കെയാണ് തുടർന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിവരിക്കുന്നത്. മഹാന്മാരായ പ്രവാചകന്മാര് നമുക്ക് പഠിപ്പിച്ചിരുന്ന ഈ തത്വങ്ങളൊക്കെ ഇവിടെയും നമ്മൾ മനസ്സിലാക്കണം. ഇവിടെയും ബുദ്ധിക്ക് യോജിക്കാത്ത കമ്പനിക്ക് ഇതും പിടിച്ചില്ല. കാരണം അൽ ഹുദ്ഹുദ് എന്ന് പറഞ്ഞാൽ മരക്കൊത്തി പക്ഷിയോ, മരക്കൊത്തി പക്ഷി ഇങ്ങനെ പോവുകയെ, മരക്കൊത്തി പക്ഷി ഇങ്ങനെ കാണുക, മരക്കൊത്തി പക്ഷി വന്നിട്ട് സംസാരിക്കേ, മരക്കൊത്തി പക്ഷി ഇങ്ങനെയൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യേ ഇല്ല. അപ്പൊ അതുകൊണ്ട് അതും എന്തായി? ഹുദ്ഹുദ് എന്ന പേരിലുള്ള ഒരു പട്ടാള ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നു അവരുടെ കൂട്ടത്തിൽ. പക്ഷിയൊന്നുമല്ല, ഒരു പട്ടാളക്കാരൻ. ഹുദ്ഹുദ് എന്ന പേരിലുള്ള ഒരു പട്ടാളക്കാരൻ. അങ്ങനെ ഉണ്ടാവൂല. ഇപ്പൊ സിംഹൻ എന്നൊക്കെ പറഞ്ഞിട്ട്, നരസിംഹം എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ സിംഹം ഒന്നുമല്ലല്ലോ, ഇപ്പൊ മനുഷ്യനല്ലേ. അതുപോലെ ഹുദ്ഹുദ് പക്ഷിയൊന്നല്ല, അതൊരു ഹുദ്ഹുദ്, ഒരു പട്ടാളക്കാരന്റെ പേര് എന്ന് പറയുന്നത് പോലെ ആ നിലക്കുള്ള ഒരു വാചകം മാത്രമാണ്. അതല്ലാതെ ഇതിൽ ഹുദ്ഹുദ് എന്നൊരു മരക്കൊത്തി പക്ഷിയുടെ കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതിലുള്ള അത്ഭുതകരമായ കാര്യത്തെയും ഈ ഭാഗം എന്ത് ചെയ്യാണ്? നിഷേധിക്കുകയാണ്. ഇതിലും ഇവര് പറഞ്ഞത് എന്തെന്നെയാണ്? അതൊരിക്കലും എന്തല്ല, ഒരു പക്ഷിയുടെ വർത്തമാനമല്ല, അത് പക്ഷിയല്ല, സൈന്യത്തിലെ രഹസ്യ വാർത്താ അന്വേഷണ വകുപ്പിലെ അഥവാ CID ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥന്റെ പേരായിരുന്നു എന്ത്? ഹുദ്ഹുദ്. കഴിഞ്ഞില്ലേ? ആലോചിച്ചു നോക്കൂ നിങ്ങൾ.
അള്ളാന്റെ ഖുർആനിലൊരു കാര്യം പറഞ്ഞാൽ അഖ്ല് കൊണ്ട് അളക്കാണ്, നഖ്ല് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അങ്ങനെ അഖലാനിന് പേര് വന്നത്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരന്മാരെ, ഗൗരവത്തോടുകൂടി ആലോചിക്കുക. വിശുദ്ധ ഖുർആനെ കുറെ ആൾക്കാർ അവർക്ക് ഒപ്പിച്ച് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. നമ്മൾ വിശുദ്ധ ഖുർആനെ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തൊക്കെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നമ്മൾ പരിശ്രമിക്കണം, അധ്വാനിക്കണം. ഇൻഷാ അല്ലാഹ് ഇതിന്റെ തുടർച്ചയായ അതിന്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് വിശദീകരിക്കാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാരഥന്മാരായ അംബിയാഇന്റെ ചരിത്രത്തിലൂടെ നമുക്ക് പകർന്നു കിട്ടുന്ന ആശയങ്ങളെ, ഗുണപാഠങ്ങളെ ഉൾക്കൊള്ളുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്തുകൊണ്ട് ആ വഴിത്താരയിലൂടെ മുന്നോട്ട് പോകാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരറിയാനും നേരിന്റെ പാതയിൽ അടിയുറച്ചു നിൽക്കുവാനുമുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള ഫിത്നകളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും അല്ലാഹു ഈ സമുദായത്തെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഇതിന്റെ പ്രബോധകന്മാരെ അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരങ്ങൾക്ക് അല്ലാഹു ശാന്തിയും സമാധാനവും പ്രദാനം ചെയ്യുമാറാകട്ടെ. ശത്രുക്കളെ അല്ലാഹു തുരത്തുകയും നശിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മളിൽ നിന്ന് എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ വിശ്വാസികൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ ജഅൽ ഹാദൽ ബലദ ആമിനൻ മുത്മഇന്നാ വസായിറ ബിലാദിൽ ആലമീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനഹ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. റബ്ബനാ ഗ്ഫിർ ലനാ വലി ഇഖ്വാനിനാ അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൻ ലിൽ ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. അല്ലാഹുമ്മ തവഫനാ മുസ്ലിമീൻ വഅൽഹിഖ്നാ الصالحين. اللهم صل على محمد وعلى آل محمد والحمد لله.